പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവെ, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കണേ. നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന സങ്കടങ്ങളിൽ നിന്നും രോഗ അരിഷ്ടതകളിൽ നിന്നും കർത്താവ് നിങ്ങളെ സംരക്ഷിക്കാൻ അമ്മ മധ്യസ്ഥം വഹിക്കുകയാണ്. കർത്താവെ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തിയതിൻ്റെ അടയാളമാണ് 2004 അമ്മയുടെ പ്രത്യക്ഷപ്പെടൽ. അത് ഏറ്റെടുത്തപ്പോൾ ദൈവമഹത്വപ്പെട്ടതിൻ്റെ തുടർ ദൈവാനുഭവങ്ങളാണ് ഉടമ്പടിയിലൂടെ ലഭിക്കുന്ന സഹസ്രക്കണക്കിന് സാക്ഷ്യങ്ങൾ. എൻ്റെ ഈ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കൾക്കും അവരുടെ ജീവിത ഭൗതികവും അവരുടെ മാനസികവും ശാരീരികവും കുടുംബപരവും ആയിട്ടുള്ള എല്ലാ മേഖലകളിലും അതിൻ്റെ പ്രത്യേക അനുഗ്രഹം ഈ നിമിഷം ആവശ്യിക്കാനും നിങ്ങൾ ഇപ്പോൾ വഴിമുട്ടി നിൽക്കുന്ന എല്ലാ വിഷയത്തിൻ്റെ മേലും ദൈവിക ഇടപെടലുണ്ടാകാനും ഇന്ന് നിങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികൾക്ക് നിങ്ങൾ മാതാവിൻ്റെ മധ്യസ്ഥത്തിലെ അവർക്ക് സമാധാനം ആശംസിക്കുക. നിങ്ങൾ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെയും പ്രത്യക്ഷീകരണ സന്ദേശത്തിൻ്റെയും പ്രേക്ഷിതരാകാൻ വേണ്ടി നിങ്ങൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലെ പുനഃസമർപ്പണം ചെയ്യുക. ആ പുനഃസമർപ്പണത്തിൻ്റെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും ഇങ്ങനെ ഏതെങ്കിലും പ്രത്യേക സമ്മർദ്ദത്തിലെ ഉടമ്പടിയിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു വരാനും, ഉടമ്പടി ആണ് ജീവിതമെന്ന് പറയുന്നവരുണ്ട്.
എനിക്കിനി ജീവിതം ഉടമ്പടിയാണ് എന്ന് പറയുന്നത്, അതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കും, നമ്മൾ ചിന്തിച്ചതിനേക്കാളും അമ്മ ഉടമ്പടി തന്നപ്പോൾ ഞാൻ ആലോചിച്ചതിനേക്കാൾ എന്തുമാത്രം വലിയ ആഴത്തിലാണ് മനുഷ്യർ അനുഭവിച്ചതെന്ന് ഓർക്കും. കർത്താവേ, അതുപോലെ അനുഭവത്തിൻ്റെ ഒരു പങ്ക് എല്ലാവർക്കും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, നിങ്ങളിന്ന് നിങ്ങളുടെ കൂടപ്രഭുക്കളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, നിങ്ങൾ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവർ ഞാൻ ഈ നിമിഷം പ്രാർത്ഥനയിൽ ഓർക്കുന്നു. നിങ്ങൾ ഈ ആഴ്ച ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ, ഈ മാസം ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ, നിങ്ങൾക്ക് പറ്റത്തില്ലെന്ന് നിങ്ങൾക്ക് തോന്നിപ്പോയിട്ട് ഇതെങ്ങനെ ചെയ്ത് ഒപ്പിക്കും അവസാനിപ്പിക്കുമെന്ന് വിഷമിക്കുന്ന വിഷയത്തിൻ്റെ മേൽ ഇന്ന് പരിശുദ്ധമ്മ നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ മാരക രോഗങ്ങളിലും തീരെ ശാരീരികമായ വേദനകളിലും ഉറക്കമില്ലാത്തവർ, പ്രഷർ രോഗികൾ, ഷുഗർ രോഗികൾ, ശരീരം ഊത്തറുള്ളവർ, ത്വക്ക് രോഗികൾ, കർത്താവേ നിൻ്റെ വിശുദ്ധമായ രക്തത്താൽ അവരെ കുളിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ വിശുദ്ധമായ രക്തത്താൽ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവർ, മറ്റുള്ളവരെ ഈ പ്രാർത്ഥന കേൾക്കുമ്പോൾ അവർ നിങ്ങൾ ആരെക്കുറിച്ചെങ്ങാണ് ഓർക്കുന്നത് അവരുടെ മേലെല്ലാം കർത്താവിൻ്റെ ആശ്വാസത്തിൻ്റെയും സൗഖ്യത്തിൻ്റെയും ശക്തിയുടെയും കൃപയുണ്ടാകട്ടെ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസത്തിൻ്റെ മുഴുവൻ ചൈതന്യം ഈ മാസം മുഴുവനും നിറഞ്ഞു നിൽക്കാൻ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശടയാളത്തിൽ, ദൈവശക്തിയാൽ നിൻ്റെ എല്ലാ നിയോഗങ്ങളും കർത്താവെടുക്കുകയും നിവർത്തിക്കുകയും മാതാവിൻ്റെ പ്രത്യക്ഷീണത്തിൻ്റെ വലിയ വിലപിടിപ്പുള്ള സാക്ഷിയായി ദൈവം നിന്നെ മാറ്റുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാശ്വരശ്വരം നീക്കുവാമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെറിയ നോൻപ് കാലത്തിലൂടെയാണ് പോകുന്നത് അല്ലേ? ക്രിസ്മസിന് ഒരുക്കമായിട്ട് പശ്ചാത്താപത്തിൻ്റെ ഒരു ദിവസമാണ്, പ്രായശ്ചിത്തത്തിൻ്റെ കാലമാണ്, സ്വയം വിശുദ്ധീകരിച്ച് ക്രിസ്തുവിന് വേണ്ടി ഒരുങ്ങാനുള്ള ഒരു കാലഘട്ടമാണ്. അത് മറക്കരുതേ. ഇപ്പം നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്, അതായത് ഇപ്പം അനുതപിച്ചാൽ നീ അനുഗ്രഹം പ്രാപിക്കും. ഇപ്പം കർത്താവിൻ്റെ വെളിപാടുകളെ അനുഗ്രഹത്തെ അനുതാപമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. യേശയ്യാ 1:19 അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും. അതിൻ്റെ മുകളിലുള്ളതാണ് 1:18 വായിച്ച്. കർത്താവ് അരുൾ ചെയ്യുന്നു, വരുവിൻ നമുക്ക് രമ്യതപ്പെടാം. അപ്പൊ അനുതപിച്ചാൽ നിങ്ങളെ അനുഗ്രഹം പ്രാപിക്കും, ഐശ്വര്യം പ്രാപിക്കും. അപ്പൊ ബൈബിളിൽ അനുതാപത്തിനെയും അനുഗ്രഹത്തിനെയും കൂടി കൂട്ടിക്കെട്ടിരിക്കുകയും, അനുതാപമാവുന്ന കുതിര വലിച്ചോണ്ട് വരണ ഒരു ചരക്കാണ് അനുഗ്രഹം എന്ന് വേണേ രസമായിട്ട് പറയാം. പക്ഷെ ഒരു പ്രോബ്ലം ഉള്ളത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അനുതാപം വലിച്ചോണ്ട് വരണതല്ല. കാര്യം അനുതാപം പോലും ദൈവമാണ് തരേണ്ടത്. അനുതാപം നമുക്ക് അനുഗ്രഹം നൽകുന്നു, പക്ഷെ അനുതാപം ആര് തരും? ദൈവം തരണം. അതാണ് പുതിയ നിയമത്തിൻ്റെ കാഴ്ചപ്പാട്. അനുതാപം ദൈവം നൽകുന്നു. വിജാതിയർക്ക് ദൈവം ജീവപ്രാപ്തിക്കുള്ള അനുതാപം നൽകി. അവിടെ പുസ്തകം 11:18 ജീവനിലേക്ക് നയിക്കുന്ന അനുതാപം വിജാതിയർക്കും ദൈവം പ്രദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി. അപ്പൊ അവിടെ അനുതാപം നൽകുന്ന ആരാണ്? ദൈവമാണ്. അനുതപിച്ചാൽ നീ അനുഗ്രഹം പ്രാപിക്കുമെന്ന് പറയണത് ഈ അപ്പം അനുഗ്രഹം അനുതാപത്തിൽ നിന്ന് വരുന്നുവെന്ന് പറഞ്ഞാലും ഈ അനുതാപം ഇവിടുന്ന് വരുന്നു, ദൈവത്തിൽ നിന്ന് വരുന്നു. ഇത് പറയുമ്പോൾ ഇതെന്താ പ്രത്യേകിച്ചിരിക്കണമെന്ന് തോന്നും. ഇതെല്ലാം അറിയാവുന്നതല്ലേ എന്ന്. പക്ഷെ നിങ്ങൾക്ക് അറിയാൻ പാലാത്ത കാര്യമാണിത്. കാര്യം എന്താണ്? ചെറിയ അണ്ണന്മാർക്ക് ഒരു അനുതാപം തോന്നത്തില്ല. ഒരു അനുതാപം തോന്നില്ല ചെറുക്ക്. എന്തെല്ലാമൊക്കെ അവർ ദൈവത്തിന് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്താലും അപ്പോൾ അവർക്ക് അനുതാപം തോന്നത്തില്ല. ചില ചില്ലറ കാര്യങ്ങൾ തന്നെ തെറ്റിപ്പോയാൽ ഭയങ്കര അനുതാപം തോന്നും. എന്താ കാര്യം? അനുതാപം ദൈവം തരണ കൊണ്ടാണ്. അനുതാപം നമുക്ക് തോന്നാത്ത എന്തുകൊണ്ടാ? നമുക്ക് അനുതാപം കിട്ടാത്ത കൊണ്ടാ, ദൈവം തരാത്തത് കൊണ്ടാ. അതുകൊണ്ടാണ് ഈ നിർമ്മലമായ ഹൃദയമെന്നെ സൃഷ്ടിക്കണമേ, ദൃഢചിത്തത എന്നെ പുനഃസ്ഥാപിക്കണമേ, എന്ന് അങ്ങയുടെ തിരുസന്നിധി എന്നെ തള്ളിക്കളയരുത് എന്നൊക്കെ ദാവീദ്
അനുതാപത്തിൻ്റെ സങ്കീർത്തനം പാടുന്നത് അങ്ങനെയാണ്. കാര്യം എന്താണ്? എല്ലാം ചെയ്യേണ്ടത് ദൈവത്തിൽ നിന്നാണെന്ന്. തിരുസന്നിധി നിർത്തേണ്ട ദൈവമാണ്, തള്ളിക്കളയാതിരിക്കേണ്ട ദൈവമാണ്, എല്ലാം ദൈവമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ദൈവ തിരുസന്നിധിയിലെ എല്ലാത്തിൻ്റെയും സോഴ്സ്, എല്ലാത്തിൻ്റെയും താക്കോല് ദൈവത്തിൻ്റെ കയ്യിലാണ്. അപ്പോൾ അനുതാപം തോന്നണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിരന്തരമായി കർത്താവേ എനിക്ക് അനുതാപം തോന്നുന്നില്ല, എൻ്റെ ഹൃദയത്തിൽ നീ അനുതാപത്തിലേക്ക് നയിക്കണമേ. അനുതാപത്തിലേക്ക് നയിക്കണമനുസരിച്ച് കൊണ്ട് നമ്മുടെ ഹൃദയം ലളിതമാകുകയും തരളിതമാകുകയും അതിൻ്റെ കാഠിന്യം കുറഞ്ഞു വരും. ഈ കാഠിന്യം കുറഞ്ഞ ഹൃദയങ്ങളിലാണ് ദൈവത്തിന് പെട്ടെന്ന് പ്രവർത്തിക്കാൻ പറ്റുന്നതും, ദൈവത്തിന് നമ്മളെ നയിക്കാൻ പറ്റുന്നതും, ദൈവത്തിന് നമ്മളെ മോശമായ കാര്യങ്ങളിൽ നിന്ന് തടുക്കാൻ പറ്റുന്നതും, ദൈവത്തിന് നമ്മളെ ഇടപെടാൻ പറ്റുന്നതും. അപ്പം എപ്പോഴും ഒരു മനുഷ്യൻ്റെ സമ്പത്ത് എന്ന് പറയുന്നത് എന്താണ്? ദൈവത്തിന് അയത്ന ലളിതമായി ഇടപെടാൻ പറ്റുന്ന ഒരു ഹൃദയമായ ഒരു വ്യക്തിയായി മാറണം. പ്രാർത്ഥിക്കാൻ, കർത്താവേ അങ്ങക്ക് ഇടപെടാൻ പറ്റിയ ഒരു വ്യക്തിയായി, എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളുടെ അപ്പുറത്തേക്ക് അങ്ങയുടെ ഇഷ്ടം ഏറ്റെടുക്കാൻ വലിയ ഭാരം ഒന്നും കൂടാതെ ലളിതമായി അങ്ങയുടെ ഇഷ്ടം നിറവേറ്റാനും, കഠിനമാണെങ്കിലും സന്തോഷത്തോടെ അത് സ്വീകരിക്കാനും ഒരുക്കപ്പെട്ട ഹൃദയം. നമുക്ക് കഴിഞ്ഞ ദിവസം കണ്ടിട്ടില്ലേ? ദൈവത്തോട് ചോദിക്കുന്നത് എന്താണ്? ഒരുക്കമുള്ളൊരു ഹൃദയം എനിക്ക് തരണേ. സങ്കീർത്തനം 119:32. ഒരുക്കമുള്ള ഹൃദയം അങ്ങ് എനിക്ക് തരുമ്പോൾ ഞാൻ അങ്ങയുടെ പ്രമാണങ്ങളുടെ പാതയിൽ ഉത്സാഹത്തോടെ ചരിക്കും. ഇത് നിസ്സാരമല്ല കേട്ടോ, ഞാൻ പറഞ്ഞത് തന്നെ ഈ പറഞ്ഞിരിക്കുന്നത്. അതായത് പ്രമാണങ്ങളുടെ പാതയിൽ ചരിക്കുമെന്നല്ല പറയണത്, അങ്ങയുടെ വചനത്തിൻ്റെ പാതയിൽ ഞാൻ ഉത്സാഹത്തോട് ചരിക്കും. എപ്പോഴാണ്? അങ്ങയെ ഉൾക്കൊള്ളാനും, അങ്ങനെ വചനം സ്വീകരിക്കാനും, വചനം അനുസരിക്കാനും, അങ്ങനെ വചനത്തിൻ്റെ വഴികളിലൂടെ ജീവിതം നയിക്കപ്പെടാനും എനിക്ക് ഒരുക്കമുള്ള ഒരു ഹൃദയം നൽകുന്നതാണ് ഉത്സാഹത്തോടെ ചരിക്കാൻ സഹായിക്കുന്നത്. അപ്പം ഒരുക്കമുള്ള ഹൃദയം ആര് തരണം? ദൈവം തരണം. അപ്പം ദൈവാനുഗ്രഹം കുറയുന്നുണ്ടോ? പ്രാർത്ഥന കുറയുന്നുണ്ടോ? പശ്ചാത്താപം കുറയുന്നുണ്ടോ? അനുതാപം കുറയുന്നുണ്ടോ? എങ്കിൽ ഒരുക്കമുള്ള ഹൃദയത്തിന് വേണ്ടി ഈ നോൻപ് കാലത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ അമ്മ മാതാവിനും 1000 നന്ദി. ഈ അൾത്താരയിൽ കയറ്റി അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കിയതിന് എൻ്റെ അമ്മ മാതാവിന് കോടാനുകോടി നന്ദി. നമ്മൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് 2004 ഏപ്രിൽ 29 എൻ്റെ പേര് സുരേഷ്. തിരുവനന്തപുരം ജില്ലയിൽ കിളിമാനൂരിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ ഭാര്യ സ്വപ്ന, എൻ്റെ 2 മക്കൾ, എൻ്റെ അമ്മ. ആദ്യമായി ഉടമ്പടി എടുക്കാൻ ഇവിടെ വന്നത് 2024 ഏപ്രിൽ 29 ഇവിടെ വരാനുണ്ടായ ഒരു കാരണം, എനിക്കൊരു പത്രം എൻ്റെ ഒരു സുഹൃത്ത് തന്ന് അതുവഴിയാണ് ഞങ്ങളിവിടെ വന്നത്. എൻ്റെ വൈഫാണ് ആദ്യമായിട്ട് വന്ന് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുക്കാൻ വരുന്ന സമയത്ത് ഞാൻ നാട്ടിലില്ല, ദുബൈയിലായിരുന്നു. ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം, ഞങ്ങളൊരു വീട് പണി തുടങ്ങി. അതിൻ്റെ പകുതി വച്ച് സാമ്പത്തികമായ ചെറിയ ബുദ്ധിമുട്ട് കൊണ്ട് നിർത്തേണ്ടി വന്നു. പിന്നെ ദുബൈയിൽ വെച്ച് എൻ്റെ കമ്പനിയിൽ നിന്ന് എനിക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് എൻ്റെ വൈഫ്. ഞാൻ 1 വർഷം ആ കമ്പനിയിൽ ജോലി ചെയ്തോളൂ. അപ്പോഴത്തേക്കും ആ കമ്പനിയിൽ നിന്ന് എനിക്ക് റിസൈൻ ചെയ്യേണ്ടി വന്നു. വേറൊരു കമ്പനിയിൽ ഞാൻ ജോയിൻ ചെയ്ത് 8 ദിവസമായപ്പോഴത്തേക്കും ആ കമ്പനിയിൽ വെച്ച് ജോലിയുടെ ഭാഗമായിട്ട് ഞാൻ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് താഴെ വീഴുകയും എൻ്റെ നട്ടലിന് ചെറിയ 2 പൊട്ടൽ സംഭവിക്കുകയും വലത് കാലിൻ്റെ ഉപ്പുറ്റി പൊട്ടി നന്നായിട്ട് പൊടിഞ്ഞു പോവുകയും ചെയ്തു. അപ്പോഴെനിക്ക് നാട്ടിൽ വരാൻ പറ്റാതെ ഒരു ബുദ്ധിമുട്ടുണ്ടായി. ഞാൻ റിസൈൻ ലെറ്റർ കൊടുത്തതേ ഉള്ളൂ, റിസൈൻ ചെയ്തില്ല. റിസൈൻ അവരെ തന്നില്ല. അപ്പോഴാണ് ഞാൻ അടുത്ത കമ്പനിയിൽ കയറുന്നത്. ആ കമ്പനിയിൽ എനിക്ക് വിസ അടിച്ചതുമില്ല. അപ്പോൾ രണ്ടും അല്ലാത്തൊരു പരുവത്തിൽ ഞാൻ വീഴുകയും ചെയ്തു. പരിശുദ്ധ അമ്മ കൂടെ ഉള്ളതുകൊണ്ട് എൻ്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് എനിക്ക് നാട്ടിൽ വരാൻ പറ്റി. 4 ദിവസം അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു. അവർ 2 ദിവസം ആയപ്പോൾ തന്നെ ഞാൻ കയറിയ കമ്പനി എൻ്റെ കൂടെ നിർബന്ധിച്ച് ഹോസ്പിറ്റലിൽ നിന്ന്
ഡിസ്ചാർജ് വാങ്ങാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പേടിച്ചു പോയി, എന്നെ വഴിയിലാക്കുമോ ഇവർ, നാട്ടിൽ വിടുമോ, എന്താണെന്ന് അറിയാൻ വയ്യ. അപ്പോൾ കാലിന് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ് ഞാനിങ്ങനെ 3-ാമത്തെ ദിവസം പ്രാർത്ഥിച്ചു, അമ്മയോട് നന്നായിട്ട് പ്രാർത്ഥിച്ചു. കണ്ണടച്ച് പ്രാർത്ഥിച്ചിട്ട് ഞാൻ കണ്ണ് തുറന്ന് നോക്കി. എൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു വിൻഡോ ഉണ്ടായിരുന്നു. ഞാൻ അതുവരെ 3 ദിവസം കിടന്നിട്ട് ആ വിൻഡോ ഞാൻ കാണുന്നില്ല. ആ വിൻഡോയിലൊരു കർട്ടൻ ഉണ്ടായിരുന്നു, അത് മഴവില്ലാണ് ആ കർട്ടൻ. അപ്പോഴെനിക്ക് ബോധ്യമായി അമ്മ എൻ്റെ കൂടെ ഉണ്ട്. പിന്നെ ഞാൻ 2 ദിവസം റൂമിൽ വന്നിട്ട് 6-ാമത്തെ ദിവസം എന്നെ അവിടുന്ന് അവർ കമ്പനി തന്നെ എല്ലാ ആനുകൂല്യങ്ങളും തന്ന് 8 ദിവസം എനിക്ക് ജോലി ചെയ്യാൻ ചെയ്തുള്ളൂവെങ്കിലും അവരുടെ പൂർണ്ണ ഉത്തരവാദിത്വത്തിൽ അവരെന്നെ നാട്ടിൽ വിട്ടു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എൻ്റെ വീട് പണി അന്നേരം തുടങ്ങി പകുതി വഴിയിൽ നിൽക്കുന്ന സമയത്താണ് എനിക്ക് ആക്സിഡൻറ്റ് പറ്റുന്നത്. ഞാൻ നാട്ടിൽ വന്ന് സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നു. നാട്ടിൽ വന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന സമയത്താണ് അമ്മ മാതാവിൻ്റെ ഒരു അനുഗ്രഹം ഉണ്ടായി. അപ്പോൾ അതിന് മുമ്പ് ഒരു ലോൺ ഉണ്ടായിരുന്നു. ആ ലോൺ നാട്ടിൽ വന്ന് ക്ലോസ് ചെയ്യാൻ പറ്റി എനിക്ക്. അതും അമ്മ മാതാവിൻ്റെ ഒരു അനുഗ്രഹം തന്നെയാണ്. ആ ലോൺ എനിക്ക് അതിന് മുമ്പ് ആ ലോൺ എടുത്ത ബാങ്കിൽ തന്നെ ഒരു 10 ലക്ഷത്തിൻ്റെ ഒരു ചിട്ടിയും ഞാൻ തുടങ്ങിയായിരുന്നു. അപ്പോൾ ആ ചിട്ടി 2 ചിട്ടിയായിട്ടും ഞങ്ങളെ അറിയിച്ചില്ല ബാങ്ക് ഇങ്ങനെ ചിട്ടി തുടങ്ങി. ആദ്യത്തെ ഒരു ചിട്ടിയുടെ പൈസ അടച്ചായിരുന്നു. 3-ാമത്തെ ചിട്ടി ആവണ ടൈമിന് ബാങ്ക് വിളിച്ചിട്ട് പറഞ്ഞ് നിങ്ങൾ 2-ാമത്തെ ചിട്ടിയുടെ പൈസയും തരണമെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ആക്സിഡൻ്റായി നാട്ടിൽ വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്തുകൊണ്ട് നമ്മളെ നിങ്ങൾ അറിയിച്ചില്ല, ഞങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, ഈ ലോണും ചിട്ടിയും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റത്തില്ല, ഞങ്ങൾക്ക് ചിട്ടി വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ അമ്മ മാതാവ് ഒരു ബോധ്യം എനിക്ക് തന്നു, എന്തിന് നീ വിഷമിക്കണം, നീ ധൈര്യമായിട്ട് പോ എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ 3-ാമത്തെ ചിട്ടിയുടെ പൈസ അടച്ച് ഞാൻ ബാങ്കിൽ പോയി. എൻ്റെ വൈഫ് പോയി. 3-ാമത്തെ ചിട്ടി ഞങ്ങൾക്ക് തന്നെ കിട്ടുകയും ചെയ്തു. അതൊരു വലിയ അനുഗ്രഹമാണ്. അപ്പോഴേ ലോൺ ക്ലോസ് ചെയ്യാൻ പറ്റി. അത് കഴിഞ്ഞിട്ട് വീട്ടിൻ്റെ പണി അങ്ങനെ നിന്നപ്പോൾ വീണ്ടും അമ്മ മാതാവ് ബോധ്യം തന്നു, നിങ്ങൾക്ക് ഗോൾഡ് ഉണ്ടല്ലോ കയ്യിൽ, പിന്നെ എന്തിനാണ് നിങ്ങൾ വിഷമിക്കുന്നത്. ഓരോരോ അനുഗ്രഹങ്ങൾ അമ്മ ഇങ്ങനെ തന്നുകൊണ്ടേയിരുന്നു. ഞങ്ങൾ വീട് പണി അതിമനോഹരമായ, എല്ലാവരും സാക്ഷ്യം പറയും പോലെ തന്നെ മനോഹരമായ ഒരു വീട് പണിയാൻ പറ്റി. കഴിഞ്ഞ മാസം 26-ാം തീയതി ഞങ്ങളുടെ വീട്ടിൻ്റെ ഹൗസ് വാമിംഗ് ആയിരുന്നു. ഹൗസ് വാമിങ്ങിനും ഒരു പ്രത്യേകതയുണ്ട്. ഡേറ്റ് ഞാൻ മാത്രമാണ് പോയി ഡേറ്റ് എടുത്തത്. ഡേറ്റ് എടുത്തിട്ട് എൻ്റെ വൈഫിനോടോ വീട്ടിലുള്ള ആരോടോ ഞാൻ പറഞ്ഞില്ല. ഇവിടെ വന്നു അമ്മയോട് പറഞ്ഞു, അമ്മ എൻ്റെ വീടിൻ്റെ ഹൗസ് വാമിംഗ് ആണ്, അമ്മയും ഈശോപ്പനും എൻ്റെ വീട്ടിൽ അന്നേ ദിവസം ഉണ്ടാവണം, കാനായിലെ കല്യാണ വിരുന്ന് പോലെ ഗംഭീരമാക്കി തരണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചാണ് പോയത്. അതുപോലെ അമ്മയുടെ പ്രസൻസ് അന്ന് അവിടെ ഉണ്ടായിരുന്നു. ആകാശത്ത് നിന്ന് ഒരു പ്രകാശം എൻ്റെ വീട്ടിലേക്കും ഞങ്ങളിലേക്കും അടിച്ചു. അതിൻ്റെ ഫോട്ടോ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ വീണ് ഇവിടെ SP പോർട്ട് ഹോസ്പിറ്റൽ ട്രിവാൻഡ്രത്താണ് എൻ്റെ ചികിത്സ നടന്നത്. അതിൻ്റെ ഭാഗമായി ഞാൻ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന സമയത്ത് ഒരു ബുദ്ധിമുട്ടുണ്ടായി. ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കൈക്കുള്ളിൽ മഴവില്ല് വന്നു. അതിൻ്റെ ഫോട്ടോയും ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ ഞാൻ കിടന്നു. അത് കഴിഞ്ഞിട്ട് 1.5 മാസം കഴിഞ്ഞപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇനി കാലിലിട്ടിരുന്ന പ്ലാസ്റ്റർ റിമൂവ് ചെയ്യാമെന്ന് പറഞ്ഞ ടൈമിന് ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചു, ഹോസ്പിറ്റലിൽ ഡോക്ടർ നടന്ന് കാണിക്കാൻ പറയുകയാണെങ്കിൽ മാത്രം ഹോസ്പിറ്റലിൽ നടക്കും, ഇല്ലെങ്കിൽ ഞാൻ ഈ കൃപാസനത്തിൽ വന്ന് മാത്രമേ ഞാൻ കാല് കുത്തുവെന്ന് ഉണ്ടായിരുന്നു എനിക്ക്. അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ ഡോക്ടറെ മുമ്പിൽ ഒന്ന് കാല് കുത്തി കാണിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഇവിടെ വന്ന് കൃപാസനത്തിലാണ് ഞാൻ കാല് കുത്തിയത്. എൻ്റെ അമ്മയുടെ അനുഗ്രഹം. 1.5 മാസം മാത്രമേ ഈ കാലിൻ്റെ ഉപ്പൂറ്റിക്കാല് തവിട് പൊടി പിരിന്നു പോയ കാല് ഞാൻ ഇവിടെ വന്ന് അച്ഛനെ കണ്ടു. അച്ഛൻ്റെ ബ്ലെസ്സിങ് വാങ്ങി അന്ന് തന്നെ ഇവിടെ കാല് കുത്തി നടന്നു. അതിനുശേഷം എനിക്ക് കുഴപ്പങ്ങളൊന്നുമില്ലാതെ സുഖമായിട്ട്, നട്ടെല്ലിന് 2 ചെറിയ പൊട്ടലുണ്ടായിരുന്നു, എൻ്റെ കാല് പൊടിഞ്ഞു പോയി. എന്നിട്ട് ഞാൻ ഇപ്പോഴും ഒരു കുഴപ്പവുമില്ലാതെ 1.5 മാസത്തെ ചികിത്സ കഴിഞ്ഞ് ഞാൻ നടക്കാൻ തുടങ്ങി. ചെറിയ കാലിനൊരു ചെറിയ നീരുണ്ട്, അത്രയേ ഉള്ളൂ. അതും അമ്മ മാതാവ് എനിക്ക് മാറ്റിത്തരുമെന്ന് പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. പിന്നെ എൻ്റെ വൈഫ് ബാക്കി സാക്ഷ്യങ്ങൾ പറയും. ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി. ഞങ്ങളിവിടെ വന്ന് സാക്ഷ്യം പറയാൻ അനുവദിച്ചതിന്. ഒരുപാട് രോഗസൗഖ്യങ്ങൾ ഞങ്ങൾക്ക് ഇവിടുത്തെ വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിക്കുക വഴി ഉണ്ടായിട്ടുണ്ട്. അതിലൊന്ന്, അമ്മയ്ക്ക് ലിഗമെൻ്റ് വലിഞ്ഞിട്ട് വളരെ പ്രയാസമായിരുന്നു. ഡോക്ടറെ കണ്ടപ്പോൾ ഭാരമുള്ളതൊന്നും എടുക്കാൻ പറ്റില്ല, ബെൽറ്റ് ഇട്ടേക്കണമെന്നൊക്കെ പറഞ്ഞു. ഇവിടുത്തെ വിശുദ്ധ തൈലം ഉപയോഗിച്ചതിൻ്റെ ഫലമായി 2 ആഴ്ചയ്ക്ക് ശേഷം ഒരു കുഴപ്പമില്ലാതെ അമ്മയ്ക്ക് ജോലികളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്, കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റുന്നുണ്ട്. അതിനും അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി.
പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തായിട്ട് ഒരു പ്ലാവ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം വൈകുന്നേരം ആയപ്പോൾ ആ പ്ലാവ് ചെറുതായിട്ട് ഇങ്ങനെ ചരിഞ്ഞ് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വന്നു. ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാത്ത അവസ്ഥയിൽ ഞങ്ങൾ വൈകുന്നേരം സായന പ്രാർത്ഥനയും പ്രാർത്ഥിച്ച് ജപമാല ചൊല്ലി തീർന്നതും ആ പ്ലാവ് ആരോ പിടിച്ച് മാറ്റിയതുപോലെ, ഞങ്ങളുടെ വീടിന് തൊട്ടടുത്ത് വേറൊരു വീടും ഉണ്ട്, ആർക്കും ഒരു കുഴപ്പവും ഇല്ലാതെ അത് പിടിച്ച് മാറ്റിയിട്ട പോലെ അമ്മ മാതാവ് മാറ്റി തന്നു. അതിനും അമ്മ മാതാവിനും ഈശോയ്ക്ക് 1000 നന്ദി. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഇവിടുന്ന് പത്രം വാങ്ങിച്ച് ഞങ്ങൾ ഹോസ്പിറ്റലുകളിലും ഓട്ടോ സ്റ്റാൻഡിലും ഒക്കെ കൊടുക്കാറുണ്ട്. പിന്നെ ഒരുപാട് പേരെ ഞങ്ങളിവിടെ ഉടമ്പടി എടുക്കാനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞങ്ങളൊരു വൃദ്ധസദനം സന്ദർശിക്കാറുണ്ട്. അവിടെ കൊണ്ടാവുന്ന പോലെ അവർക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കാറുണ്ട്. പിന്നെ ഇപ്പോൾ ഞങ്ങളുടെ വീട് പാലുകാച്ചൽ ഈ ജനുവരി 26-ാം തീയതി ആയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊണ്ടുപോയി ഞങ്ങൾ തന്നെ വിളമ്പി കൊടുത്തു. പിന്നെ ഒരു ഇടിമിന്നൽ, ഞാനൊരിക്കൽ ഷീറ്റ് അടിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഒരു വലിയ ഇടിമിന്നൽ ഉണ്ടായി. ഷീറ്റ് അടിക്കുന്ന മെഷീൻ്റെ അടുത്തായിട്ട് അതൊന്ന് പതിക്കുകയും ചെയ്തു. പക്ഷേ അമ്മ മാതാവിൻ്റെ വലിയ കൃപയാൽ ഞാനും വേറൊരു ചേച്ചി ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് ആർക്കും ഒരു കുഴപ്പവും പറ്റിയില്ല. വലിയൊരു സംരക്ഷണം ലഭിച്ചു. അതിന് ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി. പിന്നെ ആത്മീയമായിട്ട് ഒരുപാട് വളരാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു. എല്ലാ ദിവസവും ഞങ്ങൾ ഒരുമിച്ചാണ് പ്രാർത്ഥന ചൊല്ലുന്നത്. രാവിലെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കേൾക്കുകയും രാവിലത്തെ പ്രതിഷീകരണ പ്രാർത്ഥനയും സായാഹ്ന പ്രാർത്ഥനയും എല്ലാം ഞങ്ങൾ ഒരുമിച്ചാണ് ചൊല്ലുന്നത്. ധ്യാനം കേൾക്കുകയും സാക്ഷ്യങ്ങൾ കേൾക്കുകയും അത് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ട്. അമ്മ മാതാവും ഈശോയും തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നിന്റെ വഴികളിൽ നിന്നെ കാത്തു പരിപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സങ്കീർത്തനം 91:11-12 വചനങ്ങളാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ജീവിതം നമ്മൾ നയിക്കുമ്പോൾ, പ്രത്യേകിച്ചും ഉടമ്പടി ജീവിതം, നമ്മുടെ ജീവിത വഴികളിൽ നമ്മളെ കാത്തു പരിപാലിക്കുന്ന, നമുക്ക് കാവൽ നിൽക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത് എന്ന വിശ്വാസമാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നാം കാണുന്നത്. നമ്മുടെ ജീവിത വഴികൾ ദൈവത്തിൻ്റെ കൺമുൻപിലാണ്. എല്ലാ വഴികളിലും, അതായത് സന്തോഷത്തിൻ്റെ ആയാലും ദുഃഖത്തിൻ്റെ ആയാലും കഷ്ടതകളുടെ വഴികളിലായാലും ദൈവം നമ്മെ കാത്ത് പരിപാലിക്കുന്നു. ദൈവം നമുക്ക് നമ്മുടെ കാലുകൾ തട്ടാതെ നമ്മൾ ചുമക്കുന്ന ഒരു ദൈവമാണെന്നാണ് ഈ മക്കളുടെ സാക്ഷ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ആദ്യമായിട്ട് കൃപാസനത്തിൽ കാലുകുത്തിയപ്പോൾ വളരെ ബുദ്ധിമുട്ടിയ ഒരു സന്ദർഭത്തിലാണ് ഇവിടെ വന്നത്. ജോലി പ്രശ്നങ്ങളും പകുതി തീർത്ത ഭവനവും അങ്ങനെ കുറേ പ്രശ്നങ്ങളുമായിട്ടാണ്, ഒരു പ്രശ്നങ്ങളുടെ ഒരു ഭാരം ചുമന്നുകൊണ്ടാണ് പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഉടമ്പടി എടുക്കുകയും ചെയ്തത്. പിന്നീട് നമ്മൾ കേട്ടത് ഇവിടെ ജീവിതത്തിൽ ഓരോ നിമിഷവും ഓരോ സമയവും ഈശോയും അമ്മയും കൈപിടിച്ച് ഇവരെ മുന്നോട്ട് നയിക്കുന്നതായിട്ടാണ്. അക്രൈസ്തവരായ മക്കളുടെ വിശ്വാസപരമായ ജീവിതം നമ്മൾ കേൾക്കുമ്പോൾ അവരുടെ കൂടെ ചേർന്ന് നിൽക്കുന്നതായിട്ടാണ് അവരുടെ വിശ്വാസ ജീവിതം നമ്മൾക്ക് മനസ്സിലാകുന്നത്. ആക്സിഡൻറ്റ് വന്നപ്പോൾ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടു വന്ന സമയത്ത് ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്തതും പുതിയ ജോലിക്ക് ചേർന്നതും എങ്ങുമില്ലാത്ത എത്തപ്പെടാത്ത ഒരു നിമിഷമാണ്. അവിടെയും പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നിവർ പ്രാർത്ഥിച്ചു. വിശ്വാസം നഷ്ടപ്പെടാതെ ജോലി പോയി എന്ത് ചെയ്യുക എന്നൊന്നുമല്ല, ഈ മകൻ അമ്മയുടെ കരങ്ങളിൽ മുറുക്കെ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. അതുകൊണ്ടാണ് 8 ദിവസം മാത്രം ഒരു കമ്പനി ജോലി ചെയ്യുന്നത്. ഏതൊരവസ്ഥയിലും അവർ സഹായിക്കാൻ സാധ്യത കുറവുള്ള അവസ്ഥയാണ്. എന്നിട്ടും പരിശുദ്ധ അമ്മയാണ് അവിടെ ചെന്ന് സഞ്ചാരി മാതാവിൻ്റെ രൂപത്തിൽ ഈ മകൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയും എല്ലാ പ്രൊസീജിയേഴ്സ് നടത്തി നാട്ടിലേക്ക് തിരിച്ചു വരാൻ സാധിക്കുകയും ചെയ്ത് പിന്നീട് ആ ജോലിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് ആ കഷ്ടപ്പാടിൻ്റെ നടുവിലാണ് അമ്മ വേറൊരു അനുഗ്രഹം ഇവർക്ക് കൊടുക്കുന്നത്. കയ്യിലൊന്നുമില്ല, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളുണ്ട്, ഫൈനാൻസിൽ ഒരു രീതിയിലും ഇവർക്ക് മുന്നോട്ട് പോകാത്ത അവസ്ഥയിലാണ്. പെട്ടെന്ന് ഒരു ചിട്ടി എടുക്കുകയും മനസ്സിൽ പറയുന്ന ഓരോ നിമിഷവും അമ്മയുമായിട്ടൊരു നല്ലൊരു ബന്ധമാണ്, ഒരു ആത്മീയ ബന്ധം. എല്ലാം ചോദിച്ചും പറഞ്ഞിട്ടുമാണ് ഈ മകൻ ചെയ്യുന്നത്. അങ്ങനെ അമ്മയോട് എല്ലാം പറഞ്ഞപ്പോൾ ചിട്ടി വേണോ വേണ്ടയോ ഒക്കെ മുന്നോട്ട് പോട്ടെ, വീണ്ടും എടുത്തു. ആ ചിട്ടി വീണു, ലോൺ അടച്ചു. പിന്നെ ഭവനം വീടുന്ന ആ സമയത്ത്, ഒന്നാമത് ആക്സിഡൻറ്റിൽ ഇരിക്കുന്ന സമയത്ത് ഭവനം എങ്ങനെ നിർമ്മിക്കാൻ സാധിക്കും, ഈശോയും അമ്മയും ഏറ്റെടുത്തു ആ പണിയും. അങ്ങനെയാണ് ഒരു ഭവനം പണിത്. ഇവിടെ വന്ന ആ മകന് ആദ്യം ഇവിടെ വന്ന അമ്മയോടാണ് ചോദിച്ചത്, അമ്മയുടെ ഡേറ്റ് എന്നാണ് ഇടേണ്ടത്. ഓരോ കാര്യത്തിലും തുടർച്ചയായിട്ടൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു കോൺവെർസേഷനാണ്. ഒരു സ്വന്തം അമ്മയോട് ചോദിക്കുന്ന പോലെയാണ് പരിശുദ്ധ അമ്മയുടെ അടുത്ത് വന്ന് ചോദിച്ചത്. പ്രാർത്ഥിച്ചു, ആ മകൻ പോയി.
അങ്ങനെയാണ് അമ്മയെ വിളിച്ചു. ഭവനത്തിൻ്റെ പാലുകാശ്, അതായത് ഇനാഗുറേഷൻ ഡേ, അമ്മയും ഈശോയും വരണമെന്ന് പറഞ്ഞ് അവരെ വിളിച്ചിട്ടാണ് വീട്ടിൽ ചെന്ന് പറഞ്ഞ ഡേറ്റ് പറഞ്ഞത്. അവിടെ ചെന്നപ്പോൾ വളരെ മനോഹരമായ ഒരു വീട്, അതിൻ്റെ മുകളിലേക്കാണ് ആ ഫോട്ടോയിൽ കണ്ട പ്രകാരം ആകാശത്ത് നിന്നും വലിയൊരു ലൈറ്റ്, അതായത് വലിയൊരു പ്രകാശമാണ് ആ വീടിൻ്റെ മുകളിലോട്ട് വരുന്നത്. അതിവർക്കറിയത്തില്ലായിരുന്നു. ഫോട്ടോ എടുത്ത ആളാണ് ആ ക്യാമറയിൽ പതിഞ്ഞതാണ് ആ വീടിൻ്റെ മുകളിലോട്ട് വരുന്ന ഒരു വലിയൊരു പ്രകാശം. അത് വെറുതെ അല്ല, ഈ മകൻ ആഗ്രഹത്തോടെ ഈശോയും അമ്മയും വിളിച്ചിട്ട് പോയതാണ്, ഈശോയും അമ്മയും വരണമേ എന്ന്. അങ്ങനെയാണ് ഈശോയുടെ അമ്മയുടെ സാന്നിധ്യം ആ വീടിൻ്റെ മുകളിൽ വളരെ വ്യക്തമായിട്ട് ആ ക്യാമറയിൽ പതിഞ്ഞത്. ഇതാണ് മക്കളെ ഉടമ്പടി മക്കളുടെ ജീവിതം. ഈശോയുടെ അമ്മയുടെ നമ്മുടെ വിഷയബന്ധിതമല്ലാതെ ആത്മാർത്ഥമായിട്ടൊരു ബന്ധം പുലർത്തുമ്പോൾ ഈശോയും അമ്മയും നമ്മെ ഒരിക്കലും കൈവിടില്ല, നമ്മുടെ കൂടെ നിൽക്കും. ആ സാന്നിധ്യമാണ് നമുക്ക് മനസ്സിലാകുന്ന ഓരോ രീതിയിൽ ഓരോ സമയവും ഈശോയും അമ്മയും കൈപിടിച്ച് നടത്തുന്ന മക്കളാണെന്ന് ആ ഫോട്ടോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അമ്മയും ഈശോയും കൂടെ ചേർന്ന് നിന്ന് ആ ഭവനത്തെ അനുഗ്രഹിച്ചത്. പിന്നീട് ഈ മകൻ ഹോസ്പിറ്റലായിരുന്നപ്പോൾ തന്നെയും മകനൊരു പ്രതീക്ഷ കൊടുത്തു. അമ്മ കൂടെയുണ്ട് മോനെ, നീ പേടിക്കണ്ട. കൈയുടെ മുകളിലോട്ട് ഒരു നല്ലൊരു മഴവില്ല്, അത് നല്ല ക്ലിയറായിട്ട് ബ്രൈറ്റായിട്ട്, സിമ്പിൾ ലൈറ്റ് അല്ല, ഓരോ കളറും ക്ലിയർ ആയിട്ടാണ് ആ മകൻ്റെ കയ്യിൽ പതിഞ്ഞിരിക്കുന്നത്. ഒരു റെയിൻബോ മഴവില്ല്. അവിടെയും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമാണ്. അമ്മ പറഞ്ഞത്, മക്കളെ നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ ഉടമ്പടിയിലാണ്. ഇതാണ് ഉടമ്പടി മക്കളുടെ ജീവിതം. ഒന്നിനും ഭയപ്പെടേണ്ട ആവശ്യമില്ല. തകർച്ചകളാകാം, ബുദ്ധിമുട്ടുകളാകാം, വിഷമങ്ങളാകാം, രോഗാവസ്ഥകളാകാം, ഒന്നിനും പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഉടമ്പടിയിലാണ്. അമ്മയോട് പറഞ്ഞാൽ മാത്രം മതി. ഈശോയോടാണ് അമ്മ ചെന്ന് പറയുന്നത്. നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കാനായിട്ട് നമ്മുടെ അമ്മയാണ് നമ്മുടെ കൂടെ ഉള്ളത്. പിന്നീട് ഈ മകൾ പറഞ്ഞത് അമ്മയുടെ ലെഗമെൻറ്റിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. പ്രായം ചെന്ന അമ്മയാണ്. ആ ലെഗമെൻറ്റ് ഈ ഉടമ്പടി വസ്തുക്കളായ ഉടമ്പടി തൈലവും ഉപ്പും മാത്രം ഉപയോഗിച്ചാണ് ആ പ്രശ്നവും ശരിയായത്, രോഗസൗഖ്യം കിട്ടിയത്. പിന്നെ ഉണ്ടായിരുന്ന നാച്ചുറലായിട്ടുള്ള മരത്തിൻ്റെയും ലൈറ്റണിങ്ങും എല്ലാം, ഇതെല്ലാം പരിശുദ്ധ അമ്മയുടെ ഈശോയുടെ സംരക്ഷണമാണ് ഇവിടെ ജീവിതത്തിൽ കാണുന്നത്. നമ്മുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ ദൂതന്മാർ നമുക്ക് കാവലായിരിക്കാൻ നമുക്കും പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ നമ്മെ സംരക്ഷണത്തിൻ്റെ വഴിയിൽ നയിക്കുന്ന അമ്മയാണ്. അമ്മയോടാണ് നമ്മുടെ ഈശോയുടെ സാന്നിധ്യം മനസ്സിലാക്കാനും നമ്മളെ പഠിപ്പിക്കുകയും ചെയ്യുന്നത്. നമുക്കും ഈ സന്നിധിയിൽ നിന്ന് ഈശോയിലും അമ്മയിലും നമുക്ക് നമ്മുടെ സുരക്ഷയും സമാധാനവും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ നമ്മുടെ എല്ലാ വഴികളിലും ഈശോയുടെ സംരക്ഷണത്തിൽ നമ്മെ നിലനിർത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വപ്നയ്ക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് അൽഫോൻസ ജെയിംസ്. ഞാൻ ബഹ്റൈനിൽ നിന്ന് വരുന്നു. ഇത് ഈ അൾത്താരയിലുള്ള എൻ്റെ 3ാമത്തെ സാക്ഷ്യമാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് മാർച്ച് 4, 2023 ആണ്. ഇന്നത്തെ എൻ്റെ 2 അനുഭവങ്ങളും ഞാൻ ഉടമ്പടിയിൽ വെച്ച ഒരു നിയോഗത്തിൽപ്പെട്ടതല്ല. പരിശുദ്ധ അമ്മ, ആ സമയത്തിൻ്റെ മേൽ അധികാരമുള്ള അമ്മ എൻ്റെ ജീവിതത്തിൽ ആ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നൽകിയ അനുഗ്രഹങ്ങളാണ്. ആദ്യമായി ഞാൻ ബഹ്റൈനിലെ നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ കോൺട്രാക്റ്റ് 2024 ഓഗസ്റ്റ് 19 എൻ്റെ റിന്യൂ ആയത്. 2 ഇയേഴ്സ് കോൺട്രാക്റ്റാണ്. അങ്ങനെ കോൺട്രാക്റ്റ് റിന്യൂ ആയതിന് ശേഷം അവിടെ അവരുടെ അക്കോമഡേഷൻ അലവൻസ് അവർ ആഡ് ചെയ്തു. അവർ ഹോസ്പിറ്റൽ അക്കോമഡേഷൻ സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ അക്കോമഡേഷൻ അലവൻസ് ആഡ് ചെയ്തു. അത് സെപ്റ്റംബർ 1, 2024 തൊട്ടാണ് അവർ കൊടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഞാൻ ഓൾറെഡി 10 ഡേയ്സ് ബിഫോർ എൻ്റെ കോൺട്രാക്റ്റ് റിന്യൂ ചെയ്തതിനാൽ അവരെനിക്കിത് തരാൻ കഴിയില്ലെന്ന് പറഞ്ഞു. ഞാൻ മാനേജർ വഴിയും അഡോൺ വഴിയൊക്കെ സംസാരിച്ചു. എന്നെപ്പോലെ 1-2 പേര് ഇതേപോലെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ബാക്കിയുള്ളവരൊക്കെ സെപ്റ്റംബർ മന്തിലുള്ളവരും അങ്ങനെ കുറേ ആൾക്കാർ ഈ ഇഷ്യൂസിൽ പെട്ടവരുണ്ടായിരുന്നു. അങ്ങനെ സംസാരിച്ചു. ഓൺലി 10 ഡേയ്സ് അല്ലേ ഉള്ളൂ. ബട്ട് അവർ BDF ഹോസ്പിറ്റലാണ്, അവരുടെ ഒരു റൂൾസ് അവർ ചേഞ്ച് ചെയ്യത്തില്ല. അങ്ങനെ ഞാൻ എങ്കിലും പേപ്പേഴ്സ് എല്ലാം സബ്മിറ്റ് ചെയ്തു ത്രൂ മാനേജർ. പക്ഷേ അവരത് റിജക്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. രണ്ടാമതും ഞാൻ എൻ്റെ പേപ്പറും കൂടെ വേറെ 2 പേരുടെ പേപ്പറും കൂടെ ചേർത്ത് വാങ്ങിച്ച എല്ലാ പേപ്പേഴ്സും ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും ആ കവറിനുള്ളിൽ ഇട്ടിട്ട് ഞാൻ മാനേജർ ത്രൂ അത് സബ്മിറ്റ് ചെയ്തു. പക്ഷേ അപ്പോഴും മാനേജർ എന്നോട് പറഞ്ഞൊരു കാര്യം, അവരൊരു പ്രാവശ്യം റിജക്റ്റ് ചെയ്താൽ ഇനി അടുത്ത കോൺട്രാക്റ്റ് ആഫ്റ്റർ 2 ഇയേഴ്സ് അവരത് കൺസിഡർ ചെയ്യുകയുള്ളൂ. നമുക്കൊരു റിപ്ലൈ പോലും കിട്ടത്തില്ല. ഇത് അവർ അക്സെപ്റ്റ് ചെയ്തോ ഇല്ലയോ എന്നൊരു റിപ്ലൈ പോലും നമുക്ക് കിട്ടുകയില്ല. ഞാൻ പറഞ്ഞു, എനിക്ക് ഈശോയിൽ വിശ്വാസമുണ്ട്, പരിശുദ്ധ അമ്മയിൽ വിശ്വാസമുണ്ട്, മേഡം ഇത് സബ്മിറ്റ് ചെയ്തോളാൻ പറഞ്ഞ് സബ്മിറ്റ് ചെയ്തു. പക്ഷേ അതിൻ്റെ പേരിലൊന്നും എന്തായി എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. ആ ഒരു സമയം ഞാനിവിടെ ലീവിന് വരുന്നത്.
അതിന് 2 ദിവസം മുമ്പ് ഡിസംബർ 10th 2024 ഞാനൊരു സ്വപ്നം കാണുകയുണ്ടായി. ഒരു ദിവസം ഏകദേശം മോർണിംഗ് ഒരു 3 മണിയൊക്കെ ആയി കാണും. അപ്പോൾ ഇവിടുത്തെ 5:30 സമയമാണ്. പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലാൻ വേണ്ടി ഞാൻ എഴുന്നേൽക്കുന്നത് തൊട്ട് മുമ്പുള്ള സമയം. ആ സമയം ഞാൻ കാണുന്ന സ്വപ്നത്തിൽ ഞങ്ങളുടെ ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റ് പേൾ എന്നൊരു ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് പരിശുദ്ധ അമ്മ, ഇവിടെ നമ്മൾ കാണുന്ന നമ്മുടെ കൃപാസന അമ്മ, അത്ര സുന്ദരിയായ ഞാൻ ഈ ലോകത്ത് ഇതുവരെയും ആരെയും കണ്ടിട്ടില്ല. അത്ര സുന്ദരിയായ അമ്മ അവിടെ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്നു. ഇറങ്ങി വന്ന് ഞങ്ങളുടെ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലൂടെ ഒരു കോറിഡോർ പോലുണ്ട്, അതിലൂടെ കയറി വരുന്നു. ഭയങ്കര സ്പീഡിലാണ് വരുന്നത്. ഒരു കാറ്റിനേക്കാൾ വേഗത്തിലാണ് അമ്മ ഇവിടെ സഞ്ചരിച്ചെത്തുന്നത്. അതിനുശേഷം ഞാൻ കാണുന്ന ഒരു ഇടുങ്ങിയ വാതിലിലൂടെ അമ്മ അകത്ത് പോകുന്നു. അവിടെ ഒരു വെള്ള ടേബിളിൽ അമ്മ ഒരു പേപ്പറിൽ എന്തോ എഴുതുന്നു. പക്ഷേ ഇടുങ്ങിയ വാതിലെന്നുള്ളത് എനിക്കിപ്പോൾ മനസ്സിലായില്ല. ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ട് ഡോറെല്ലാം നല്ല സ്പേസ് ഉണ്ട്, വിശാലമായ വാതിലുകളൊക്കെയാണ്. അപ്പോൾ അതെനിക്ക് എവിടെ നിന്നാന്ന് മനസ്സിലായില്ല. അത് കഴിഞ്ഞ് മാതാവ് അതേപോലെ തന്നെ അമ്മ അവിടുന്ന് അതേ സ്പീഡിൽ വന്ന പോലെ സ്പീഡിൽ തിരിച്ചു പോകുന്നു. തിരിച്ചു പോയി ആ ബിൽഡിങ്ങിൻ്റെ അവിടെ നിന്ന് മുകളിലേക്ക് പോകുന്നതായിട്ടാണ് ഞാൻ കണ്ടത്. അപ്പോൾ ഞാൻ ഡിസംബർ 12th ട്രാവൽ ചെയ്യാനിരിക്കുകയായിരുന്നുകൊണ്ട് ഞാൻ ചിന്തിച്ചു, ഇത് എന്തെങ്കിലും മുകളിലോട്ടല്ലേ പോയത്, അപ്പോൾ മാതാവ് എന്തെങ്കിലും ട്രാവൽ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും അടയാളങ്ങളായിരിക്കും കാണിക്കുന്നതെന്നാണ് ഞാൻ വിചാരിച്ചത്. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാൻ അതിനുശേഷം കഴിഞ്ഞ ജനുവരിയിൽ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടാണ് പോയത്, മറ്റ് സാക്ഷ്യങ്ങൾ പറഞ്ഞിട്ടാണ് പോയത്. അതിനുശേഷം തിരിച്ച് ഞാൻ അവിടെ ചെന്ന് ഫെബ്രുവരി 25th, അതൊരു ചൊവ്വാഴ്ചയാണ്, ഇവിടുത്തെ ആരാധന നടക്കുന്ന സമയം, ആരാധനയൊക്കെ കഴിഞ്ഞ ഒരു സമയം, അതായത് അവിടെ ഏകദേശം ഒരു 1 മണിയൊക്കെ ആയി കാണും. ആ ഒരു ടൈമിൽ എനിക്ക് ഹോസ്പിറ്റലിൻ്റെ HR-ൽ നിന്ന് കോൾ വന്നു, നിങ്ങളുടെ കോൺട്രാക്റ്റ് സൈൻ ചെയ്യാൻ വേണ്ടി വരിക എന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഓൾറെഡി ഞാൻ കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടുണ്ടല്ലോ. അവർ പറഞ്ഞു, ഇല്ല, നിങ്ങളുടെ അക്കോമഡേഷൻ അലവൻസ് ആഡ് ചെയ്ത പുതിയ കോൺട്രാക്റ്റാണ്, അത് സൈൻ ചെയ്യാനായിട്ട് വിളിക്കുന്നെന്ന് പറഞ്ഞു. ഞാൻ അവിടെ സൈൻ ചെയ്യാൻ വേണ്ടി അപ്പോൾ തന്നെ അവിടെ ചെന്നപ്പം ആ HR-ൻ്റെ സൈഡിലുള്ള ഒരു ഡോറ് അതേപോലെ ഞാൻ സ്വപ്നത്തിൽ കണ്ട അതേ ഇടുങ്ങിയ ഡോറാണ്. BDF ഹോസ്പിറ്റൽ ആയതുകൊണ്ട് നമ്മൾ എപ്പോഴൊന്നും നമ്മൾ ആ HR-ൻ്റെ ഭാഗത്തോട്ടൊന്നും പോകാറില്ല, അതുകൊണ്ട് ഞാൻ അതിനെ ശ്രദ്ധിച്ചിരുന്നില്ല. കണ്ടിട്ടുണ്ടാവാം, പക്ഷേ എൻ്റെ ഓർമ്മയിലുണ്ടായിരുന്നില്ല. അതേ ഡോറിലൂടെയാണ് അന്ന് പരിശുദ്ധി അമ്മ വന്ന് ഞാൻ സൈൻ ചെയ്ത് കോൺട്രാക്റ്റ് സൈൻ ചെയ്തതും അതേ ഒരു വെള്ള കളറുള്ള ടേബിളിലാണ് സൈൻ ചെയ്തത്. ഞാൻ സ്വപ്നത്തിൽ എന്താണോ കണ്ടത് അതേ ടേബിളിലാണ് പരിശുദ്ധി അമ്മ എനിക്ക് വേണ്ടി അവർക്ക് മുൻപേ സൈൻ ചെയ്തത്. സമയത്തിൻ്റെ മേൽ അധികാരിയായ അമ്മ 2 വർഷം BDF ഹോസ്പിറ്റലുകാർ ടൈം പറഞ്ഞെടുത്ത് പരിശുദ്ധി അമ്മ അത് മാസങ്ങൾക്കുള്ളിൽ കൃത്യമായിട്ട് അതെനിക്ക് ശരിയാക്കി തന്നു. പരിശുദ്ധി അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. രണ്ടാമത്തെ എൻ്റെ സാക്ഷ്യം, അത് ഞാൻ ഈ കഴിഞ്ഞ ജനുവരിയിൽ ഇവിടെ വന്നിരുന്ന സമയത്ത് വേളാങ്കണ്ണി പള്ളിയിൽ പ്രാർത്ഥിക്കാനായിട്ട് പോയിരുന്നു. അപ്പോൾ എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഈശോയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുള്ളത്. അങ്ങനെ ഞാൻ ചിന്തിച്ചു, അവിടെ എല്ലാവരും മുട്ടിൽ നീന്തി വരുന്നുണ്ടല്ലോ, അപ്പോൾ ഈശോയുടെ കുരിശുമരണത്തോടുള്ള സഹനങ്ങളോട് ചേർന്ന് ആ മുട്ടേ നീന്തി, കൊന്ത ചെല്ലി മുട്ടേ നീന്തി പോകാമെന്ന് ഞാൻ ചിന്തിച്ചു. ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അത് തുടങ്ങി ഒരു പകുതി പോലും എത്തിയില്ല, എനിക്ക് ഒരടി പോലും മുമ്പോട്ട് വെക്കാൻ പറ്റുന്നില്ല. എന്ത് ചെയ്താൽ എനിക്കത് കംപ്ലീറ്റ് ആക്കാൻ പറ്റത്തില്ലെന്ന് എനിക്ക് അപ്പോഴേ തോന്നി. അപ്പോൾ ഞാൻ കൊന്തയെല്ലാം പോയിട്ട് എനിക്കൊരു വാക്ക് പോലും പറയാൻ പോലും പറ്റുന്നില്ല. ഞാൻ ഇങ്ങനെ മനസ്സിൽ പ്രാർത്ഥിച്ചു, പരിശുദ്ധി അമ്മേ, സഞ്ചാരി മാതാവേ, അമ്മയ്ക്ക് കഴിയാത്തതായിട്ട് ഒന്നുമില്ലല്ലോ, അമ്മ ഈശോയോടൊന്ന് പറഞ്ഞ്, ഈശോയുടെ കുരിശിൻ്റെ വഴിയെ അമ്മ പോയതല്ലേ, അമ്മ ഈശോയ്ക്ക് കരുത്ത് പകർന്നതല്ലേ, എന്നെയും അതിൻ്റെ അവസാനം വരെ എത്തിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ ഉടനെ എൻ്റെ മനസ്സിൽ എനിക്കൊരു വചനം ഈശോ തന്നു. അതിതായിരുന്നു, വിശുദ്ധ ലൂക്ക 1:35, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും. ഞാൻ ഈ വചനം കണ്ടിന്യൂസ് ആയിട്ട് ഉരുവിട്ടുകൊണ്ടിരുന്നു. ഞാൻ എങ്ങനെയാണ് അതിൻ്റെ ഫിനിഷിംഗ് പോയിന്റിൽ എങ്ങനെ എത്തിയെന്ന് എനിക്കറിയില്ല. ഒരു ഭാരവും ഉണ്ടായിരുന്നില്ല, വളരെ ഈസി ആയിട്ട് ഞാൻ അവിടെ വരെ എത്തി. അതിൽ നിന്ന് അപ്പോൾ എനിക്ക് ഈശോ തന്ന വേറൊരു മെസ്സേജ് ഇതാണ്, ജീവിതത്തിൽ ഇതുപോലെയാണ്, നമ്മുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ നിറഞ്ഞതാണ് നമ്മുടെ ജീവിതം. അപ്പോൾ ഇതുപോലെ ഈശോയുടെ വചനങ്ങൾ പരിശുദ്ധ അമ്മയോടൊപ്പം ഉരുവിട്ടാൽ നമ്മൾ പോലും അറിയത്തില്ല, പ്രയാസങ്ങളുണ്ടാകും, ബുദ്ധിമുട്ടുകളുണ്ടാകും, പക്ഷെ നമ്മൾ അറിയില്ല, അതിൻ്റെ വേദനയോ തളർച്ചയോ ഒന്നും നമ്മൾ അറിയില്ല. ഈശോയും അമ്മയും കൂടെ നമ്മളെ നിത്യതയാകുന്ന ആ ഫിനിഷിംഗ് പോയിന്റിൽ, ഈ ലോകമാകുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ നിറഞ്ഞ ഈ ലോകമാകുന്ന ജീവിതത്തിൽ നിന്ന് നിത്യതയിലേക്ക് പരിശുദ്ധ അമ്മ ഈശോയുടെ കൈയും പിടിച്ച് നമ്മളെ എത്തിക്കുമെന്നുള്ള ഒരു മെസ്സേജാണ് എനിക്കപ്പോൾ ഈശോ തന്നത്. ഇത്രയധികം അനുഗ്രഹങ്ങൾ നൽകിയ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി.
ഞാൻ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനം, ഞാൻ ഇവിടുന്ന് കിട്ടുന്ന പത്രങ്ങൾ ഇവിടെയുള്ള പല പള്ളികളിൽ ഞാൻ സാധാരണ കൊടുക്കാറില്ല. കാരണം ഇപ്പോൾ എല്ലാവർക്കും തന്നെ ഓൾമോസ്റ്റ് കൃപാസനത്തെ പറ്റി അറിയാം. പക്ഷേ ഉടമ്പടിയൊക്കെ എടുക്കുന്നത് കുറവാണെന്നേ ഉള്ളൂ, എങ്കിലും ആൾക്കാർക്ക് അറിയാം. അതുകൊണ്ട് പള്ളികളല്ലാതെ വേറെ പൊതുസ്ഥലങ്ങളിൽ, ബസ് സ്റ്റാൻഡുകളിൽ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഞാൻ സാധാരണയായിട്ട് ഇവിടെ പത്രങ്ങൾ കൊടുക്കാറുള്ളത്. അവിടെ ബഹ്റൈനിലാണേലും അവിടെ ഞങ്ങൾക്ക് പള്ളികളിൽ കൊടുക്കാൻ പാടില്ലെന്ന് അവിടുത്തെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ഫ്രണ്ട്സിൽ അങ്ങനെയൊക്കെ അറിയാവുന്ന എല്ലാവർക്കും കൊടുക്കാറുണ്ട്. പിന്നെ വേറെ ഇപ്പം നമ്മുടെ ഇന്ത്യൻസ് മലയാളികളല്ലാതെ ഇന്ത്യൻസ്, ഫിലിപ്പീൻസ് അങ്ങനെയുള്ളവർക്കെല്ലാം ഇതിനെപ്പറ്റി പറഞ്ഞു കൊടുക്കാറുണ്ട്. ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് 1-ാം അധ്യായം 8-ാം തിരുവചനം. നീ അവരെ ഭയപ്പെടേണ്ട, നിന്റെ രക്ഷയ്ക്ക് നിന്നോടുകൂടെ ഞാനുണ്ട്, കർത്താവാണിത് പറയുന്നത്. അനന്തരം കർത്താവ് കൈനീട്ടി എൻ്റെ അധരത്തിൽ സ്പർശിച്ചുകൊണ്ട് അരുളി ചെയ്തു, ഇതാ എൻ്റെ വചനങ്ങൾ നിൻ്റെ നാവിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു. അൽഫോൺസ ജെയിംസ് എന്ന ഈ സഹോദരി വളരെ ശക്തമായ ഈശോയെ സ്നേഹിക്കുന്നു, പരിശുദ്ധ അമ്മ എനിക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കുന്നു എന്നുള്ള വലിയ തീക്ഷ്ണതയോടുകൂടി ഏറ്റുപറഞ്ഞ ഒരു സാക്ഷ്യമാണ് നമ്മുടെ മുമ്പിൽ പങ്കുവച്ചത്. പരിശുദ്ധ അമ്മ, സമയച്ചുരുക്കത്തിൻ്റെ അമ്മ, അവരുടെ ജീവിതഭാരം ലഘൂകരിച്ചു കൊടുത്ത ഒരു വലിയ സാക്ഷ്യമാണിത്. ബഹ്റിൻ വർക്ക് ചെയ്യുന്ന ഈ മകൾക്ക് അവരുടെ അക്കോമഡേഷൻ അലവൻസ് ഫ്രീസ് ചെയ്ത ഒരു സമയത്തിൽ വളരെ സങ്കടപ്പെട്ടുകൊണ്ടാണ് ഈ മകൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നത്. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ അധികാരത്തോടു കൂടി ഒരു ഇടുങ്ങിയ വാതിലിലൂടെ കടന്നുപോയി അവരുടെ പേപ്പറുകൾ സൈൻ ചെയ്ത് വളരെ ശീഘ്രവേഗത്തിൽ, കാറ്റിൻ്റെ വേഗത്തിൽ പരിശുദ്ധ അമ്മ സ്വപ്നദർശനത്തിലൂടെ മകൾക്ക് മെസ്സേജ് കൊടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ഒരു സാക്ഷ്യം കൂടിയാണിത്. പരിശുദ്ധ അമ്മയെ ഇന്ന് ഒരുപാട് മക്കൾ സ്വപ്നദർശനത്തിലും പ്രത്യക്ഷപ്പെട്ടുകൊണ്ടും ഒരുപാട് മക്കൾ കണ്ടിട്ടുണ്ട്. സുന്ദരിയായ ഒരമ്മ ഈ മകൾക്ക് കൊടുത്ത ഒരു വലിയ സന്ദേശമാണിത്. നിൻ്റെ കൂടെ ഞാനുണ്ട്, നിൻ്റെ കാര്യങ്ങൾ ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. പരിശുദ്ധ അമ്മ കാറ്റിൻ്റെ വേഗതയിൽ പോകുന്നു എന്ന് പറയുമ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് ഗബ്രിയേൽ മാലാഖ സന്ദേശം കൊടുത്തപ്പോൾ ഏലീശാമ്മയുടെ ആ ഒരു പ്രായമായ അവസ്ഥയിൽ അവരെ സഹായിക്കാനായി പരിശുദ്ധ അമ്മ, ഞാനും പ്രഗ്നൻ്റ് ആണല്ലോ, ഞാൻ സാവധാനത്തിൽ നടക്കണമല്ലോ എന്നൊന്നും ചിന്തിച്ചുകൊണ്ടല്ല അമ്മ നടന്നത്. വചനം പറയുന്നത് അവൾ അതിശീഘ്രം അവിടേക്ക് സഹായിക്കാനായി പോയെന്നാണ് പറയുന്നത്. നമ്മുടെ ഈ 3 മാസക്കാലത്തെ ഉടമ്പടി ജീവിതം അങ്ങനെ തന്നെയാണ്. അതിശീഘ്രം ചെയ്തു തീർക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ കാര്യങ്ങൾക്കായി സൈൻ ചെയ്ത് ഈശോയ്ക്ക് നമുക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് നമ്മുടെ കാര്യസാധ്യതകൾ നമുക്ക് നേടിത്തരുന്നത്. നമ്മുടെ വിശുദ്ധി എത്രമാത്രം ഉന്നതമാണോ, നമ്മുടെ ആസ്തി എത്രമാത്രം വലുതാണോ, അത്രയും പെട്ടെന്നായിരിക്കും നമ്മുടെ നിയോഗങ്ങളുടെ പ്രാപ്തി എന്ന് നമുക്ക് മനസ്സിലാക്കാം. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നമ്മെ എപ്പോഴും ഓർമ്മിപ്പിക്കാറുണ്ട്, നിങ്ങളുടെ ഉടമ്പടി പെട്രോൾ കത്തുന്നത് പോലെ കത്തണമെങ്കിൽ ഒരൊറ്റ വരി പ്രാർത്ഥനയെ ചെല്ലാവൂ, അത് എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമേ എന്നുള്ള ഒരൊറ്റ വരി പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന ചെല്ലുമ്പോഴാണ് നമുക്ക് വളരെ പെട്ടെന്ന് ഈശോയെ നമുക്ക് ആശ്ലേഷിക്കാൻ സാധിക്കുന്നതായി തോന്നുന്നത്. ഈ മകൾ വിശേഷവിധിയായി ഈശോയെ സ്നേഹിക്കണമെന്നുള്ള വലിയ ആർദ്രമായ സ്നേഹത്തോടുകൂടി വേളാങ്കണ്ണി പള്ളിയിൽ മുട്ടിയിൽ നീന്തുന്ന സമയത്ത്, ഒരടി പോലും മുന്നോട്ട് വയ്ക്കാൻ ആകാതിരുന്ന സമയത്ത് വചനമാണ് ഈ മകൾക്ക് സ്പീഡ് നൽകിയത്. അഭിഷേകം നിറഞ്ഞു കഴിഞ്ഞപ്പോൾ, പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ വളരെ പെട്ടെന്ന് ആ തളർച്ചയിൽ നിന്ന്, ആ പ്രലോഭനത്തിൽ നിന്ന് മറികടക്കുവാൻ ഈ മകൾക്ക് സഹായിച്ചു എന്ന് ഏറ്റുപറയുകയുണ്ടായി. നമുക്കറിയാം, നാം പാഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന ഫിലിം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഈശോ തളർന്നു വീഴുന്ന അവസരങ്ങളിലെല്ലാം, പിശാചിൻ്റെ ആ പ്രലോഭനങ്ങളുടെ സമയത്തെല്ലാം പരിശുദ്ധ അമ്മ മുന്നോട്ട് നടക്കുന്നുണ്ട്. നമുക്ക് പൈശാചിക ബന്ധനങ്ങളോ പ്രലോഭനങ്ങളോ ഉണ്ടാകാതിരിക്കാൻ പരിശുദ്ധ അമ്മ നമുക്ക് മുൻപേ നടക്കുന്നതായി നമുക്കെപ്പോഴും അനുഭവപ്പെടുന്നത് ഉടമ്പടി ജീവിതത്തിൽ നാം വിശ്വസ്തരാകുമ്പോഴാണ്. നമുക്കെപ്പോഴും ഉടമ്പടി ജീവിതം നിബന്ധനകൾ വിശ്വസ്തയോടെ പാലിക്കാം. ഈശോയെ സ്വീകരിക്കുമ്പോൾ അവിടുത്തെ തിരുരക്തവും തിരുശരീരവും നമ്മുടെ ശരീരത്തിൽ അലിഞ്ഞു ചേർന്ന് ഈശോയെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ മാത്രം നമ്മുടെ വിശ്വസ്തതയും നമ്മുടെ വിശ്വാസ ജീവിതത്തെ പ്രഖ്യാപനം ചെയ്യുവാനുള്ള വലിയ പ്രാപ്തിക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അൽഫോൻസ പറയുന്നത്, നമ്മളെ ഈശോ നിത്യതയിലേക്ക് ക്ഷണിക്കുന്നു. എനിക്ക് അവിടേക്ക് നടക്കണമെന്നുള്ള ഒരു വലിയ തീക്ഷ്ണമായ പ്രാർത്ഥനയാണ്. ഉടമ്പടി 2-3 തവണ പുതുക്കി കഴിയുമ്പോൾ എല്ലാ മക്കളും പ്രാർത്ഥിക്കുന്നത് പോലെ ഇന്ന് അൽഫോൻസയും പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ ലഭിക്കുക എന്നുള്ളതാണ് നമ്മുടെ വയലിൽ ഒളിച്ചു വെച്ച നിധി. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് അൽഫോൻസയ്ക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നല്ലൊരു കയ്യടി. അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. എൻ്റെ പേര് അനഘ മാർട്ടിൻ. ഇതെൻ്റെ അമ്മ മേരി ഗ്ലാഡീസ്. ഞാൻ ചേർത്തല ഒറ്റമശ്ശേരി സെൻറ്റ് ജോസഫ് ഇടവക അംഗമാണ്.
പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയാനായിട്ട് എൻ്റെ ജീവിതത്തെ ഇത്രയും അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ഈശോയ്ക്കും മാതാവിനും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2024 മാർച്ച് 7-ാം തീയതിയാണ്. ഞാൻ ജർമ്മൻ പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് 2023 നവംബറിൽ പോയി എക്സാം എഴുതിയിരുന്നു പൂനെയിൽ. പക്ഷേ ഒന്നും കിട്ടിയില്ല. അവിടെ പോയി അത്യാവശ്യം കുറേ കാശ് മുടക്കിയാണ് അവിടെ പോയി എഴുതിയത്. പക്ഷേ ഒന്നും കിട്ടിയില്ല. വളരെ നിരാശയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ എക്സാം എഴുതണമെങ്കിൽ അപ്പോൾ എല്ലാവരും പറഞ്ഞെങ്കിൽ പോയി ഉടമ്പടി എടുക്ക്, കൃപാസനത്തിൽ ഉടമ്പടി എടുക്ക്. കാര്യം ഞങ്ങളിവിടെ അടുത്തുള്ളതാണ്, ഇവിടെ ഇടക്കിടക്ക് വരാറുള്ളതാണ്. പക്ഷേ ഇതുവരെയായിട്ട് ഉടമ്പടി എടുത്തിട്ടില്ല. പിന്നെ അതുമാത്രമല്ല, ഉടമ്പടി എടുക്കാൻ പറഞ്ഞപ്പോൾ എനിക്ക് മടിയാണ്. എനിക്ക് 5:30 എന്ന് പറയുന്ന സമയം ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. കാര്യം 8 മണി 9 മണിക്ക് എണീക്കുന്ന ആളാണ് ഞാൻ. അച്ഛൻ പറഞ്ഞിട്ടുണ്ട് 16 വയസ്സിൽ ഉള്ളവർക്ക് വരെ ഉടമ്പടി എടുക്കാം എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഭയങ്കര മടിയാണ്. പള്ളിയിൽ പോകാൻ ഞാൻ ഞായറാഴ്ചകളിലും മുടക്കാറില്ല, വെള്ളിയാഴ്ച ദിവസങ്ങളിലും പോകാറുണ്ട്. പക്ഷേ എല്ലാ ദിവസവും പോകാമെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര മടിയാണ്. അത് കാരണം പിന്നെ 5:30 എണീറ്റ് ചൊല്ലാനും പിന്നെ ഉറക്കം പോകുക എന്നുള്ള കാര്യമാണ് എനിക്ക് ഭയങ്കര മടിയാണ്. അത് കാരണം അതുകൊണ്ട് ഞാൻ അമ്മച്ചിയോട് പറഞ്ഞെങ്കിൽ അമ്മ എടുക്ക്, ഞാൻ എടുക്കുന്നില്ല, എനിക്ക് എണീക്കാൻ പറ്റത്തില്ല എന്നുള്ളത് കാരണം ഞാൻ അമ്മച്ചിനെ കൊണ്ട് എടുപ്പിക്കാൻ നോക്കി. പക്ഷേ എല്ലാവരും പറഞ്ഞു അത് പറ്റത്തില്ല, നിനക്കിപ്പോൾ 10-18 വയസ്സിൽ കൂടുതലുണ്ട്, അപ്പോൾ നീ തന്നെ എടുക്കണം. അങ്ങനെ ഞാൻ ഒരു ഇതില്ലാതെ പിന്നെ ഞാൻ വന്ന് എടുത്ത്. കാര്യം മാതാവിന് നമുക്ക് വിശ്വാസമുള്ളതുകൊണ്ട് തന്നെ ഞാൻ വന്ന് എടുത്ത്. അങ്ങനെ ഞാൻ ഉടമ്പടി എടുക്കാമെന്ന് തീരുമാനിച്ചപ്പോൾ തന്നെ ഞാൻ സ്വന്തമായിട്ട് മെയിൽ വെച്ച് എനിക്ക് ട്രിവാൻഡ്രത്ത് ഡേറ്റ് കിട്ടി. അങ്ങനെ ഞാൻ പരീക്ഷ എഴുതുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് അങ്ങനെ ഞാൻ പോയി എക്സാം എഴുതി എനിക്ക് ഒരു മൊഡ്യൂൾ മാത്രമേ കിട്ടിയുള്ളൂ. അങ്ങനെ ഒരു മൊഡ്യൂൾ, അപ്പോൾ ഞാൻ ഓക്കെ ഒരു മൊഡ്യൂൾ കിട്ടിയല്ലോ എന്ന് ഓർത്തിട്ട് അങ്ങനെ ഞാൻ പിന്നെ വെയിറ്റ് ചെയ്ത് പിന്നെ മെയിൽ അയക്കാനുള്ള അവസരം കിട്ടിയപ്പോൾ ഞാൻ അയച്ച്. അതിലും മാതാവിൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് സ്വന്തമായിട്ട് ഞാൻ അയച്ച് എനിക്ക് ഡേറ്റ് കിട്ടി. ഞാൻ പിന്നെയും ആദ്യം ഞാൻ എഴുതിയത് ഷ്രൈബനാണ്, അതായത് റൈറ്റിങ്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ റീഡിങ് എഴുതി. അങ്ങനെ അതിലും മാതാവിൻ്റെ അനുഗ്രഹത്താൽ റിസൾട്ട് വന്നപ്പോൾ ഞാൻ പാസ്സായി. അത് കഴിഞ്ഞ് പിന്നെ 3-ാം തവണ ആയപ്പോൾ മെയിൽ അയച്ചിട്ട് എനിക്ക് കിട്ടിയില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി അവർ തരാൻ സാധ്യത കുറവാണ്. അങ്ങനെ ഞാനൊരു ഏജൻസിനെ കണ്ടെത്തി. അവർ മെയിൽ അയച്ചിട്ട് മാതാവിൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് കിട്ടി, അവിടെ ഡേറ്റ് കിട്ടി. അപ്പോൾ ഞാൻ 3-ാമത് എടുത്തപ്പോൾ ഞാൻ ബാക്കിയുള്ള ഹിയറിങ്ങും സ്പീക്കിങ്ങും കൂടി ഞാൻ രണ്ടും കൂടി എടുത്തപ്പം അപ്പോൾ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും സമയം പോവുകയാണല്ലോ എന്ന് ഓർത്ത് ഞാൻ രണ്ടും കൂടി എടുത്ത് അവിടെ എക്സാമിന് ചെന്നപ്പോൾ എല്ലാവരും അവിടെ ഇറങ്ങിയ പിള്ളേർ പറഞ്ഞ് പുതിയ ടോപ്പിക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് പഴയ ടോപ്പിക്ക് തന്നെ എനിക്ക് പേടിയാണ്. നമ്മുടെ വേറൊരു ഭാഷ ആയതുകൊണ്ട് പൊതുവേ ഒരു പേടിയാണ്. എനിക്ക് സ്പീക്കിങ് ഇച്ചിരി പേടിയുള്ള ആളാണ്. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ നീ തന്നെ എന്നെ വന്ന് അനുഗ്രഹിക്കണം, നീ തന്നെ എക്സാം ഹാളിൽ വന്ന് എന്നെ ജയിപ്പിക്കണം. ഞാൻ എപ്പോൾ പോയാലും ഉടമ്പടി ഉപ്പ് സേവിച്ച് തേനും സേവിച്ചിട്ടാണ് പോകുന്നത്. കാശുരൂപം കൈ കൊണ്ടുപോകാറുണ്ട്, തൈലം പൂശിയിട്ടാണ് ഞാൻ എപ്പോഴും എക്സാമിന് പോകാറുള്ളത്. അങ്ങനെ പക്ഷെ അവിടെ എല്ലാം കയറ്റത്തില്ല. അവർ ഉടമ്പടി കാശുരൂപം അങ്ങനെ അങ്ങനെയൊന്നും കയറ്റത്തില്ല. അവസാനത്തെ എക്സാമിന് പോയപ്പോൾ അവർ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. അവിടെ എന്തോ ആരോ കള്ളത്തരം കാണിച്ചെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞ് അവർ എല്ലാം മേടിച്ച് വെച്ചു. പക്ഷേ എൻ്റെ കാശുരൂപം ഞാൻ അവർക്ക് കൊടുത്തില്ല. ഞാനത് ഒളിപ്പിച്ച് എൻ്റെ പോക്കറ്റിൽ വെച്ച് എല്ലാ പ്രാവശ്യം ഞാൻ പോക്കറ്റിൽ വെച്ചിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഞാൻ എക്സാം ഹാളിൽ കയറി. എക്സാം ഹിയറിങ് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇതെനിക്ക് കിട്ടുമായിരിക്കും, ഞാൻ എങ്ങനെയെങ്കിലും ജയിക്കുമെന്നുള്ള ഉറപ്പുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് സ്പീക്കിംഗ് കഴിഞ്ഞപ്പോൾ സ്പീക്കിങ്ങിന് ഞാൻ ചെന്നപ്പോൾ അവിടെ പേപ്പർ തരും. അത് തന്നപ്പോൾ ഞാൻ നോക്കുമ്പോൾ എനിക്ക് ആദ്യത്തെ പ്രാവശ്യം ഞാൻ സ്പീക്കിംഗ് എഴുതിയപ്പോൾ കിട്ടിയ സെയിം ക്വസ്റ്റ്യൻ തന്നെ എനിക്ക് വന്നത്. അത് ഭയങ്കര ഒരു ഇതായിരുന്നു. അതെനിക്കറിയാം, ആദ്യത്തെ ടോപ്പിക്ക് എനിക്കറിയാം. പിന്നെ അത് കഴിഞ്ഞ് ഡിസ്കഷൻ എനിക്ക് ഇച്ചിരി പാടാം. അപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവ് എനിക്കിത് ഇച്ചിരി പാടാണ്, എനിക്കത് വിശദീകരിച്ച് പറയാൻ എനിക്കറിയത്തില്ല, നീ തന്നെ എന്നെ സഹായിക്കണം. അങ്ങനെ ഞാൻ എക്സാം ഹാളിൽ കയറി. അപ്പോൾ ഇങ്ങനെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഈ നീല കളറിൽ ഉടുപ്പ് ഇട്ടുണ്ട് വരും. പക്ഷെ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ലായിരുന്നു. പക്ഷേ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്ന് അവിടെ ഇരുന്ന ആ എക്സാമിനർ ഒരു ബ്ലൂ ചുരിദാറായിരുന്നു ഇട്ടിരുന്നത്. അങ്ങനെ ഞാൻ എക്സാം എഴുതി കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നൊരു കൊച്ചു അവൾ പറഞ്ഞിട്ട് നമ്മൾ തോക്കുമെന്ന് തോന്നുന്നു, ഇച്ചിരി ടഫായിരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്കെന്നാലും മാതാവ് ജയിപ്പിക്കും അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷേ ഇവളിങ്ങനെ പറഞ്ഞിട്ടപ്പോൾ ഞാൻ കുറച്ച് ഡൗൺ ആയി. അങ്ങനെ കുറച്ച് പേരുടെയൊക്കെ നമ്പർ എൻ്റെ ഫ്രണ്ട്സിനെ ഞാൻ അവിടെ വെച്ച് കണ്ടായിരുന്നു, അവർ എഴുതാൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരുടെയും പിന്നെ അവിടെ വന്ന 2-3 പിള്ളേരുടെയൊക്കെ നമ്പർ ഞാൻ വാങ്ങിക്കൊണ്ട് പോയായിരുന്നു. അങ്ങനെ റിസൾട്ട് വന്നപ്പോൾ ഇവരെയൊക്കെ ഞാൻ വിളിച്ച് ചോദിച്ചു. പക്ഷേ അവർക്ക് ആർക്കും കിട്ടിയില്ല, പക്ഷേ എനിക്ക് കിട്ടി, രണ്ടും എനിക്ക് കിട്ടി. എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് എനിക്ക് സ്പീക്കിങ്ങിനായിരുന്നു. എനിക്ക് തന്നെ ഭയങ്കര അത്ഭുതമായിപ്പോയി. അത് മാതാവ് ചെയ്തെന്ന അത്ഭുതം തന്നെയാണ്. അത് കഴിഞ്ഞ് പിന്നെ മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഞാൻ FSDക്ക് സ്വന്തമായിട്ട് അപ്ലൈ ചെയ്ത് എനിക്ക് റെഡ് ക്രോസിൽ നിന്ന് കോൺട്രാക്റ്റ് വന്നു. അതായത് ഞാൻ നവംബറിൽ എനിക്കെല്ലാം കിട്ടി. 2024 നവംബറിൽ ഞാൻ പാസ്സായി കഴിഞ്ഞ് എനിക്ക് ഫെബ്രുവരി ആയപ്പോൾ ഇൻ്റർവ്യൂ കഴിഞ്ഞ് മാർച്ച് ആയപ്പോൾ എനിക്ക് എൻ്റെ കോൺട്രാക്റ്റ് കിട്ടിക്കഴിഞ്ഞ് ഞാൻ ഉടമ്പടി ഉഴപ്പാൻ തുടങ്ങി. ഉറപ്പായിട്ടും അങ്ങനെയാണല്ലോ, നമ്മൾ കാര്യം നടന്നു കഴിയുമ്പോൾ കുറച്ചധികം ഉഴപ്പാൻ തുടങ്ങി. അങ്ങനെ ഞാൻ പള്ളിപ്പോക്കൽ പതിയെ നിർത്തി, പ്രാർത്ഥന ചൊല്ലണതിലും മടിയായി. അങ്ങനെ
അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ VFSൽ ഡേറ്റ് എടുക്കണം. ഡേറ്റ് എടുക്കാൻ വേണ്ടി അവർ പറഞ്ഞ് 3:30 ആകുമ്പോഴാണ് ഇവർ ഓപ്പൺ ആക്കുന്നത്. രാവിലെ 3:30. അങ്ങനെ 5:30 എണീറ്റ് പ്രാർത്ഥന ചൊല്ലാൻ മടിയുള്ള ഞാൻ 3:30 അലാറം വെച്ച് എണീക്കാൻ തുടങ്ങി. അലാറം വെച്ച് ഇത് നോക്കിയിട്ട് കിട്ടുന്നില്ല. അങ്ങനെ ഞാൻ ചില സമയത്ത് അത് കഴിഞ്ഞ് പിന്നെ പ്രാർത്ഥന ചൊല്ലിട്ട് കിടക്കും, പള്ളി പോകത്തില്ല, പ്രാർത്ഥന ചൊല്ലിട്ട് കിടക്കും. ചില സമയത്ത് പ്രാർത്ഥന ചൊല്ലത്തില്ല. അങ്ങനെ പിന്നെ ഞാൻ ഉടമ്പടി പിന്നെ പുതുക്കിയിട്ടില്ല. ഞാൻ ആദ്യം വന്നെടുത്തിട്ട് പിന്നെ പുതുക്കിയിട്ടേ ഇല്ല. അങ്ങനെ എനിക്ക് ജൂണിലത്തേക്കാണ് അവരെനിക്ക് തന്നത്, ജൂൺ 1 കൂടി അവിടെ ചെല്ലണമെന്നുള്ളതിൽ. അങ്ങനെ മാർച്ച് കഴിഞ്ഞ് ഏപ്രിൽ, മെയ്, ജൂണായിട്ട് ഒരു അനക്കവും ഇല്ല. എനിക്ക് ഡേറ്റ് കിട്ടുന്നില്ല. ഞാൻ പല ഏജൻസിനെ കോൺടാക്ട് ചെയ്തിട്ടും ആരും ഡേറ്റ് എടുത്ത് കൊടുക്കുന്നതായിട്ട് ഒരു അറിവുമില്ല. അങ്ങനെ ഞാൻ ജൂൺ ആയപ്പോൾ ഒരു ഏജൻസിനെ കിട്ടി, അവർക്ക് കൊടുത്ത്. പക്ഷേ അവർ ചെറുതായിട്ടൊന്ന് പറ്റിച്ച്. പക്ഷേ മാതാവിൻ്റെ അനുഗ്രഹത്താൽ കൊടുത്ത പൈസ എനിക്ക് അങ്ങനെ തന്നെ തിരിച്ച് കിട്ടി. അത് കഴിഞ്ഞ് പിന്നെ വേറൊരു മുംബൈയിൽ ഡേറ്റ് എടുത്ത് കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞത് പക്ഷേ മുംബൈയിൽ പറ്റത്തില്ല. അങ്ങനെ ഞാൻ അവർക്ക് മെയിൽ അയച്ചപ്പോൾ അവർ പറഞ്ഞില്ല, ബാംഗ്ലൂരൊക്കെ പറ്റത്തുള്ളൂ, കേരളത്തിലുള്ളവർക്ക് ബാംഗ്ലൂരേ പറ്റുള്ളൂ, മുംബൈയിൽ പറ്റത്തില്ലെന്ന്. അങ്ങനെ പിന്നെ അത് മാറ്റി. അപ്പോൾ എൻ്റെ 2 പ്രാവശ്യം ഞാൻ ശ്രമിച്ചിട്ട് ഒന്നും ആയില്ല. VFSൽ ഞാൻ സ്വന്തമായിട്ട് ശ്രമിച്ചിട്ട് ഒന്നും നടക്കുന്നില്ല. അങ്ങനെ ഞാൻ പിന്നെ നിന്നപ്പോൾ എൻ്റെ ആൻറ്റിമാരെല്ലാവരും പറഞ്ഞു, നീ ഉടമ്പടി പുതുക്കിയ, അത് പുതുക്കിയില്ലല്ലോ, നീ പ്രാർത്ഥിക്കുന്നുണ്ടോ, നീ പള്ളിയിൽ പോകുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ എനിക്ക് ഉത്തരവില്ല. ഇതൊന്നും ഞാൻ ചെയ്യുന്നില്ല. ഞാൻ ഇങ്ങനെ സ്വയം ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കും. അല്ലാതെ ഞാൻ പറയുന്നുണ്ട് മാതാവേ തന്നെ എന്ന് പറയുന്നുണ്ട്, അല്ലാതെ ഇതിൽ പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അവൻ പറയണ പോലെ ഞാൻ ചെയ്യുന്നില്ല. അങ്ങനെ ഞാൻ പിന്നെ എല്ലാവരും ചോദിക്കുക, നീ പോകുന്നില്ലേ, കാര്യം പാസ്സായിട്ട് 1 വർഷം ആകാറായി, നീ പോകുന്നില്ലേ എന്ന് ചോദിച്ച് അവസാനം അപ്പോൾ ഞാൻ ഇത് ഒന്നും നടക്കുന്നില്ല. അങ്ങനെ എല്ലാവരും പറഞ്ഞെങ്കിൽ ഇപ്പോൾ ഉടമ്പടി പുതുക്കുക. അങ്ങനെ ഞാൻ ഓഗസ്റ്റ് മാസം 1-ാം തീയതി വന്ന് ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോൾ കുറച്ചൊരു ആശ്വാസം, എന്തോ ശരിയാകുമെന്നുള്ളൊരിത്. അങ്ങനെ സെപ്റ്റംബർ 24-ാം തീയതി തോന്നുന്നു ഞാൻ വന്ന് അച്ഛനെ കണ്ട്. എല്ലാവരും പറഞ്ഞപ്പോൾ അച്ഛനെ കാണാം. അപ്പോൾ ഞാൻ ഓർത്ത് ഇനി എനിക്ക് പോകണ്ടെന്നാണെങ്കിലും എൻ്റെ വിധി, ചിലപ്പോൾ വിദേശത്തേക്ക് പോകാൻ പറ്റത്തില്ല, അങ്ങനെയുള്ള ഇതാണെന്ന് ഓർത്ത് ഞാൻ എന്തായാലും അച്ഛനെ വന്ന് കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ 24-ാം തീയതി വന്ന് അച്ഛനെ വന്ന് കണ്ട്. അപ്പം അച്ഛൻ എൻ്റെ തലയെ കവിച്ച്, അച്ഛൻ എൻ്റെ മുമ്പിൽ നിന്ന ഇപ്പുറത്ത് നിന്ന ചേച്ചിയോട് നല്ലതായിട്ട് ദേഷ്യപ്പെട്ടു. അപ്പോൾ ഞാനോർത്ത് എന്നോടും ദേഷ്യപ്പെടായിരിക്കും, കാര്യം ഞാനും ഒട്ടും പെർഫെക്റ്റ് അല്ല, ഒന്നും ഞാൻ ചെയ്യുന്നില്ല, എനിക്കൊരു യോഗ്യതയുമില്ല, കിട്ടാനുള്ള ഒരു യോഗ്യതയുമില്ല. അപ്പം ഈ ചേച്ചിനെ വഴക്കിടുന്നുണ്ടപ്പോൾ ഞാൻ ശരിക്കും പേടിച്ചു, അപ്പോൾ എന്നെ വഴക്കിടുമായിരിക്കും. പക്ഷേ അച്ഛൻ എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ തോളത്ത് തട്ടിട്ട് എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ഡേറ്റ് കിട്ടുന്നില്ല, കുറേ നാളെ ഞാൻ ശ്രമിക്കണം, എനിക്ക് ഡേറ്റ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. അച്ഛൻ എൻ്റെ തലയെ കൈ വെച്ച് പ്രാർത്ഥിച്ച് എന്നോട് പറഞ്ഞ് 19 കാണിക്കണത്, ഏത് 19 എനിക്ക് അറിയത്തില്ല, ഒരു 19 കാണിച്ചു തരുന്നുണ്ട് മാതാവെന്ന് പറഞ്ഞു, നീ വിശ്വസിച്ച് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും വേണ്ടിയിട്ട് പറഞ്ഞ് നിങ്ങളെല്ലാവരും പോയി രക്ഷപ്പെടുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ആശ്വാസമായിരുന്നു. അങ്ങനെ ഞാൻ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ സെപ്റ്റംബർ കഴിഞ്ഞ് ഒക്ടോബറായി. അങ്ങനെ ഒക്ടോബർ 19-ാം തീയതി ആയിരുന്നു മാതാവിൻ്റെ പ്രേക്ഷിത റാലി. അതിന് ഞാൻ 3 കൊല്ലമായിട്ട് പ്രേക്ഷിതയായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ ഞാൻ അതിന് പോയി വന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഏജൻസിയുടെ നമ്പർ കിട്ടി. അവർക്ക് മെസ്സേജ് അയച്ചാൽ എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞു. ഞാൻ അവർക്ക് മെസ്സേജ് അയച്ച് അവരെനിക്ക് 5 ദിവസത്തിനുള്ളിൽ എനിക്ക് ഡേറ്റ് എടുക്കാൻ അവർ പറഞ്ഞ് ഡേറ്റ് അവൈലബിൾ ആണെന്ന് പറഞ്ഞ് എന്നെ വിളിച്ച്. അപ്പോൾ അവർ പറഞ്ഞ് ഇങ്ങനെ ഇന്ന ഡേറ്റ് ഉണ്ട്, 10 ഉണ്ട്, 19, 20, 25 ഇതൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ 19-ൻ്റെ കാര്യം ശരിക്കും ഞാൻ പിന്നെ വിട്ട്. ഈ 19 അച്ഛൻ പറഞ്ഞാലും ഞാൻ വിട്ട്. ഞാൻ 25 പറഞ്ഞു. എൻ്റെ കാര്യം എനിക്ക് ഡോക്യുമെൻറ്റ്സ് ഒന്നും ശരിയാക്കിയിട്ടില്ല. ഞാൻ കുറച്ച് ഡോക്യുമെൻറ്റ്സ് ഉണ്ട്, ട്രാവൽ ഇൻഷുറൻസ് അങ്ങനെ കുറച്ചൊക്കെ ശരിയാക്കാനുണ്ട്. അപ്പോൾ ഞാൻ ഓർത്ത് നോക്കിയാൽ 25 പറയാം, അതാകുമ്പം കുറച്ച് എല്ലാം ശരിയാവില്ല എന്നോർത്ത്, എല്ലാം ശരിയാക്കി എടുക്കാമല്ലോ എന്നോർത്ത് 25 പറഞ്ഞു. 25 ഇവരോട് പറഞ്ഞ് ഇവർ എടുത്തു കഴിഞ്ഞപ്പോഴേ ഞാൻ ഓർത്ത്, അയ്യോ അച്ഛൻ 19 പറഞ്ഞായിരുന്നല്ല എന്നോർത്തത്. അപ്പോൾ പിന്നെ മാറ്റാനും പറ്റത്തില്ല. അങ്ങനെ ഓർത്ത് ഓക്കെ എന്തായാലും പോകാം. അങ്ങനെ ഞാൻ പോണതിന് മുമ്പ് ഞാൻ എൻ്റെ പാസ്പോർട്ടിലും ഫയലിലൊക്കെ ഞാൻ ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിച്ച് ഞാൻ മാതാവിനോട് ഇതെനിക്ക് എന്തായാലും ശരിയാക്കി തന്നെ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച്. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് കൊടുത്തു കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ എൻ്റെ കൂട്ടുകാരൊക്കെ പറഞ്ഞിട്ട് 1 വർഷം ആയില്ലേ നീ പാസ്സായിട്ട്, അപ്പോൾ റിജക്ഷൻ വരാൻ സാധ്യതയുണ്ട്, ഭയങ്കര പാടാണ് കിട്ടാൻ, റിജക്ഷൻ വന്ന കാര്യം 1 വർഷം ആയതുകൊണ്ട് അവർ റിജക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷെ എന്നാലും എനിക്ക് മാതാവിൽ വിശ്വാസമായിരുന്നു. അങ്ങനെ ഞാൻ കാത്തിരുന്ന് 19 ദിവസം കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്ത് ഓക്കെ 19 ദിവസം കഴിഞ്ഞു, അപ്പോൾ ഇനി എന്ന് വരാനാ അറിയില്ലല്ലോ എന്നോർത്ത് അങ്ങനെ കാത്തിരുന്ന്. അങ്ങനെ ഡിസംബർ 17-ാം തീയതി പിന്നെ ഞാൻ വന്ന് ഉടമ്പടി പുതുക്കാൻ ഇവിടെ വന്ന വഴി എനിക്ക് മെസ്സേജ് വന്നു, അവിടെ നിന്ന് പാസ്പോർട്ട് വിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് മെസ്സേജ് വന്നു. അങ്ങനെ മെസ്സേജ് വന്നപ്പോൾ ഓർത്ത് ഓക്കെ 2 ദിവസത്തിനുള്ളിൽ വരും. അങ്ങനെ 19-ാം തീയതി ആയപ്പോൾ എനിക്ക് മെസ്സേജ് വന്ന് എരമല്ലൂർ വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ചേർത്തലല്ല വരണ്ടേ, അപ്പോൾ എന്താ എരമല്ലൂർ വന്ന് എനിക്കറിയില്ല. അപ്പോൾ എനിക്ക് പിന്നെ ടെൻഷനായി. പക്ഷേ എൻ്റെ വീട്ടിൽ വന്ന് പാസ്പോർട്ട് അവിടെ നിന്ന് അവർ കൊണ്ടുവന്ന് എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് തന്ന് അത് തുറന്ന് നോക്കിയപ്പോൾ എനിക്ക് വിസ അടിച്ച് വന്നിട്ടുണ്ട്. കാര്യം എനിക്ക് ടെൻഷനായിരുന്നു, എനിക്ക് കിട്ടുക, കാര്യം റിജക്ഷൻ വരിക. പക്ഷേ എനിക്ക് മാതാവ് എനിക്ക് വിസ അടിച്ച് തന്ന് അതാ പ്രഭാഷകൻ്റെ പുസ്തകം 2-ാം അധ്യായം 6-ാം വാക്യം, കർത്താവിൽ ആശ്രയിക്കുക, അവിടുന്ന് നിന്നെ സഹായിക്കും. കർത്താവിൽ ആശ്രയിക്കുക, അവിടെ നിന്ന് സഹായിക്കും. എനിക്ക് തോന്നിയിട്ടുള്ള നിങ്ങളെല്ലാവരും അത് വായിക്കണം.
കർത്താവ് ഒരിക്കലും നമ്മളെ കൈവിടത്തില്ല. നമ്മൾ കർത്താവ് പറഞ്ഞ പോലെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഒന്നും നമ്മുടെ സുഖങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഉറക്കം ഇതൊന്നും നമ്മൾ നോക്കാതെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ കർത്താവ് ഉറപ്പായിട്ടും നമ്മളെ സഹായിക്കും. അതിനൊരു സാക്ഷിയാണ് ഞാൻ. കാര്യം ഞാൻ ഉഴപ്പിയപ്പോഴാണ് എൻ്റെ കയ്യിൽ നിന്നെല്ലാം പോയത്. ഞാൻ സ്വന്തമായിട്ട് ശ്രമിച്ചപ്പോഴാണ് എൻ്റെ കയ്യിൽ നിന്നെല്ലാം പോയത്. പക്ഷേ മാതാവിനെ അതിൽ ഇടപെടുത്തിയപ്പോൾ മാതാവ് തിരുക്കുമാരനോട് പറഞ്ഞ് അതെനിക്ക് സാധിച്ചു തന്നു. ഞാൻ വെള്ളിയാഴ്ച രാത്രി വീട്ടിൽ നിന്ന് പോകും. ശനിയാഴ്ചയാണ് എൻ്റെ ഫ്ലൈറ്റ്. ശനിയാഴ്ച മോർണിംഗ് ആണ് എൻ്റെ ഫ്ലൈറ്റ്. ഈ ഉടമ്പടി ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതെ, എപ്പോഴും ഉണ്ടാവണം. ജർമ്മനി ചെന്നാലും അവിടെ നിന്നും കുർബാനക്ക് പോകണമെന്നും അവിടെ എങ്ങനെയെങ്കിലും അവിടെ കുമ്പസാരിക്കണമെന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ ജീവിതകാലം മുഴുവൻ എനിക്ക് ഉടമ്പടിയിൽ ജീവിക്കണം. പിന്നെ എനിക്ക് വന്ന മാറ്റങ്ങൾ, ഞാൻ കുമ്പസാരിക്കാൻ ഭയങ്കര മടിയുള്ള ഒരാളാണ്. പിന്നെ പള്ളിപ്പോൻ, ഈ രണ്ടാമത് ഞാൻ ഉടമ്പടി പുതുക്കിയപ്പോൾ തൊട്ട് ഞാൻ എപ്പോഴും പള്ളിയിൽ പോകുന്നുണ്ട്. അതിൻ്റെ അനുഗ്രഹം അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. കുമ്പസാരിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് എന്തോ കുമ്പസാരത്തോട് ഭയങ്കര ഒരു ഇതുള്ള ആളാണ്. പക്ഷേ ഇത് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ മാസത്തിൽ കുമ്പസാരിക്കാറുണ്ട്. പിന്നെ മറ്റുള്ളവരെ സഹായിക്കുക. പിന്നെ ഞാൻ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടുത്തെ പത്രം വാങ്ങി ഓട്ടോ സ്റ്റാൻഡിൽ, പിന്നെ പെട്രോൾ പമ്പിലൊക്കെ കൊടുക്കാറുണ്ട്. പിന്നെ അടുത്ത വീട്ടിൽ, അങ്ങനെ എല്ലാവരോടും വായിക്കണമെന്ന് പറഞ്ഞ് ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെ ഞാൻ മാതാവിൻ്റെ പ്രേക്ഷിത വേലക്ക് 3 വർഷമായിട്ട് ഞാൻ പോകാറുണ്ട്, ജപമാല റാലിക്ക്. പിന്നെ കാരുണ്യപ്രവൃത്തി ഞാൻ പറ്റാവുന്ന രീതിയിൽ മറ്റുള്ളവരെ സഹായിക്കാറുണ്ട്. ഇനിയും ഞാൻ സഹായിക്കുമെന്ന് ഞാൻ മാതാവിന് വാക്ക് കൊടുത്തിട്ടുണ്ട്. അതിനെ ദൈവം എന്നെ അനുഗ്രഹിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവവും മാതാവും ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും 1000 നന്ദി. എഫെസസ് 3:20-21 തിരുവചനങ്ങൾ. നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരുവാൻ കഴിയുന്ന അവിടുത്തേക്ക് സഭയിലും യേശുക്രിസ്തുവിലും തലമുറകളോളം എന്നേക്കും മഹത്വമുണ്ടാവട്ടെ. ആമേൻ. അനഘ മാർട്ടിൻ എന്ന ഈ മകളുടെ ഉടമ്പടി ജീവിതാനുഭവങ്ങളാണ് നമ്മോട് പങ്കുവച്ചത്. ഏതൊരു വ്യക്തിയും ഏതെങ്കിലും ഒരു പ്രത്യേക ആവശ്യത്തോടു കൂടി പരിശുദ്ധമ്മയുടെ തിരുനടയിൽ ഓടി വന്ന് ഉടമ്പടി എടുക്കുമ്പോൾ സംഭവിക്കുന്ന ആ ഉയർച്ച താഴ്ചകളാണ് മകളുടെ സാക്ഷ്യത്തിൽ നമ്മൾ കേട്ടത്. ഉടമ്പടി എടുക്കുന്നത് ഏതെങ്കിലും വലിയ പ്രതിസന്ധിയിലായിരിക്കും. അതുകൊണ്ട് തന്നെ ആ നാളുകളിൽ തീഷ്ണമായ പ്രാർത്ഥന, എല്ലാം വേഗത്തിൽ ചെയ്യാനും നന്നായി ചെയ്യുവാനുമുള്ള തിടുക്കം, അതോടൊപ്പം നമ്മൾ മറ്റെല്ലാവരെക്കാളും നന്നായി ഈശോയോട്, അമ്മ മാതാവിനോട് ചേർന്ന് നടക്കുന്നുവെന്ന് ബോധ്യപ്പെടുത്തുവാനുള്ള പരിശ്രമം, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ആദ്യകാലങ്ങളിൽ കാണാറുണ്ട്. എന്നാൽ നമ്മൾ അമ്മ മാതാവിലും ഈശോയിൽ ശരണപ്പെട്ട് ജീവിതത്തെ കൊടുത്ത നിയോഗങ്ങൾ സമർപ്പിച്ച് മുന്നോട്ട് പോയി കാര്യങ്ങളൊന്ന് നേരെ ശരിയായി വരുന്ന സമയത്ത് കൃത്യമായിട്ടും നമ്മുടെ ജീവിതം ഇങ്ങനെ അലസമായി കൊണ്ടിരിക്കുന്നത് കൂടി രണ്ടാമത്തെ ഒരു ഭാഗം കാണാൻ പറ്റും. കാരണം നമ്മുടെ ഫോക്കസ് മുഴുവനും നാം എഴുതി വച്ചിരിക്കുന്ന നിയോഗവും അതെങ്ങനെയെങ്കിലും സാധിച്ചെടുക്കാനുള്ള തത്രപ്പാടുമാണ്. അതുകൊണ്ടാണ് മകൾ പറയുന്നത്, ആദ്യം എഴുതിയ പരീക്ഷകളൊക്കെ ഒത്തിരി പണം മുടക്കി എഴുതി, എല്ലാം പരാജയപ്പെട്ടു. അമ്മ മാതാവിൻ്റെ അരികിൽ ഉടമ്പടി എടുക്കുവാൻ തീരുമാനിച്ചപ്പോൾ ഒരു പരീക്ഷ എഴുതി, അത് വിജയിച്ചു. അടുത്തൊരു പരീക്ഷ വീണ്ടും അമ്മയിൽ ആശ്രയിച്ചെഴുതി, വിജയിച്ചു. പിന്നീട് ഉടമ്പടി ഒന്ന് പുതുക്കിയിട്ട് 2 പരീക്ഷ, ഏറ്റവും പ്രയാസമുള്ളത് അതൊരിക്കലും അങ്ങനെ ഒരുമിച്ച് എഴുതുമെന്ന് പോലും കരുതിയതല്ല, അത് ചെന്ന് എഴുതി. കൂടെയുള്ളവരെല്ലാം തോറ്റു, മകൾക്ക് മാത്രം ആ 2 മൊഡ്യൂളും സ്പീക്കിംഗ് വളരെ പ്രത്യേകിച്ച് മകൾക്കത് കിട്ടി. അപ്പോൾ ഏതാണ്ട് തൻ്റെ കാര്യങ്ങളെല്ലാം ലെവലായി, ഇനി വേഗത്തിൽ പോകാമെന്ന ഒരു സിറ്റുവേഷൻ മകൾക്ക് എത്തിയതാണ് തിരിച്ചറിയുന്നത്. അതിൻ്റെ ആ വിജയം നൽകിയ കർത്താവിനോടൊപ്പം ചേർന്ന് നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന നിമിഷങ്ങളിൽ കൃത്യമായി അതിൽ നിന്ന് പിന്നോട്ട് മാറുന്നതാണ് മകളെ പിന്നീട് പറയുന്ന വിഷയങ്ങളെല്ലാം. രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥന ഇല്ലാതായി, കുർബാന വേണ്ടാതായി, കുമ്പസാരം പഴയതുപോലെ തന്നെ തോന്നുമ്പോഴായി. അങ്ങനെ എല്ലാ ജീവിതത്തിൻ്റെ ആത്മീയ ജീവിതങ്ങൾ, നമ്മൾ ചെയ്യേണ്ട ജീവിതത്തിൻ്റെ നന്മ പ്രവൃത്തികൾ, ഈശോ ആഗ്രഹിക്കുന്ന ജീവിതക്രമം, അതിൽ നിന്നൊക്കെ പൂർണ്ണമായിട്ട് പിന്നോട്ട് മാറി. ഇനി കഴിവുകൊണ്ട് നേടാൻ പറ്റും. ഇഷ്ടംപോലെ ഏജൻസികളുണ്ട്, എവിടെ പൈസ കൊടുത്താലും കാര്യം നടക്കും, ഇഷ്ടംപോലെ സമയമുണ്ട്. അതുകൊണ്ട് ഒരു VFS അതിലൂടെ ഈ പ്രോസസ്സ് പൂർത്തീകരിച്ചെടുക്കുക അത്ര വലിയ കഷ്ടപ്പാടില്ല എന്ന് കരുതി അവൾ തന്നെ വാക്കുകളിൽ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ പരിശ്രമത്തിലും കോണ്ടാക്ട്സിലും ഞാൻ ഏജൻസികൾ മാറി മാറി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ നമ്മൾ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഏതാണ്ട് 1 വർഷം അതിൽ നഷ്ടപ്പെട്ടു. അതാണ് ഉടമ്പടി ലാഗ് ചെയ്യുകയും ഉടമ്പടിയിൽ നമ്മൾ അലസമായി ദൈവം കൈവെള്ളയിൽ വെച്ച് തരുന്ന അത്ഭുതകരമായ അനുഭവങ്ങളെയും അനുഗ്രഹങ്ങളെയും അത് സ്വീകരിച്ചിട്ട് ആ നല്ല ദൈവത്തെ മനസ്സിലാക്കാതെ ഈശോയുടെയും അമ്മയുടെയും സംരക്ഷണവും സഹായത്തിൻ്റെയും വിലയറിയാതെ നാം അവരെ ഉപേക്ഷിച്ചുകൊണ്ട് സ്വന്തം പരിശ്രമത്തിലേക്ക് പോകുമ്പോൾ നീ എത്ര ചെറിയവനാണ്, എത്രത്തോളം നിൻ്റെ കഴിവിന് പരിമിതികളുണ്ട്,
നിന്നിൽ തന്നെ ആശ്രയിച്ചാൽ എത്ര കണ്ട് നീ പരാജയത്തിലേക്കും സമയദൈർഘ്യത്തിലേക്കും ഒരുപക്ഷെ ലക്ഷ്യം പോലും എത്താത്ത അവസ്ഥയിലേക്കുമൊക്കെ മാറുമെന്ന് മകളെ നന്നായി ഉരുക്കി വാർത്ത് മനസ്സിലാക്കി കൊടുത്ത അവസരമായിട്ടാണ് ഇന്ന് മകൾ ആ കാലഘട്ടത്തെ കാണുന്നത്. ഇത് ഏതൊരു ഉടമ്പടി ജീവിതത്തിലും സാധ്യതയുള്ളതാണ്. കാരണം നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ച് തുടങ്ങുകയും ഒടുവിൽ നമ്മളിൽ മാത്രം ആശ്രയിച്ച് ജീവിക്കുകയും ചെയ്താൽ അത് ദൈവം തുടങ്ങി വെച്ച പ്രവൃത്തികൾ ദൈവം തന്നെ ഇടയ്ക്ക് വെച്ച് സ്റ്റോപ്പ് ചെയ്യും, താമസിപ്പിക്കും. കാരണം നമ്മൾ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം, അവിടുത്തേക്ക് കൊടുക്കേണ്ട നന്ദി, അവിടുന്ന് ആശ്രയിച്ച് ജീവിക്കേണ്ട രീതി, അതിൽ നിന്ന് നമ്മൾ പിന്മാറുന്നത് കൊണ്ട് ദൈവം നമ്മളോടൊന്ന് ചോദിക്കുന്നൊരവസരമാണ് എങ്കിലൊന്ന് കാണട്ടെ എന്ന്. പലരുടെയും ഉടമ്പടി ജീവിതത്തിൽ നമ്മളിൽ തന്നെ ആശ്രയിച്ച് തുടങ്ങുമ്പോൾ ദൈവം തുടങ്ങി വെച്ച വലിയ നല്ല പദ്ധതികൾ ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ പാളി നിൽക്കുന്നത് കാണാൻ പറ്റും. അതിനെയൊക്കെ മകൾ ഇന്ന് ഒരു തുറന്ന കുമ്പസാരം പോലെ ഈ സാക്ഷ്യത്തിൽ ഏറ്റുപറയുകയാണ്. ഞാൻ ഇങ്ങനെ പോയി, ഇങ്ങനെ പാളി, കാര്യങ്ങൾ മൊത്തം കൈവിട്ടു, വീണ്ടും വന്ന് ഉടമ്പടി പുതുക്കി അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷയ്ക്ക് വേണ്ടി വന്ന് നിൽക്കുമ്പോൾ അച്ഛൻ 19 തീയതി കാണുന്നു, നീ അതുകൊണ്ട് രക്ഷപ്പെട എന്ന് പറഞ്ഞ് വിടുന്നുണ്ട്. മകളുടെ രണ്ടാമത്തെ ഉടമ്പടി ജീവിതം അവിടെ തുടങ്ങുകയാണ്. അവൾ വീണ്ടും ട്രാക്ക് ക്ലിയർ ചെയ്തു, കുർബാനയ്ക്ക് പോകുവാൻ തുടങ്ങി, പ്രാർത്ഥനകൾ നന്നായി ചെയ്യുവാൻ തുടങ്ങി, മറ്റുള്ളവരോടുള്ള പെരുമാറ്റത്തിൽ അതിൻ്റെ വ്യത്യാസം വന്നു. എന്നിട്ട് ആ പ്രോസസ്സിൻ്റെ പൂർത്തീകരണത്തിലേക്ക് മകള് ഒന്ന് ആലോചിച്ച് തുടങ്ങുമ്പോൾ വഴികൾ ഓരോന്നായി തുറന്നു വരികയും മകൾക്ക് അച്ഛൻ പറഞ്ഞ ആ VFSൽ കൊടുത്തതിൻ്റെ 19-ാം ദിവസം വിസ അടിച്ച് ഭവനത്തിലെത്തും വിധം അമ്മ മാതാവ് കാത്തുകൊണ്ടു. അത് 19 ദിവസം കൊണ്ട് നടക്കേണ്ട ഒരു പ്രവൃത്തിയാണ്. ഉടമ്പടിയിൽ അല്പകാര്യങ്ങൾ, വലിയ കാര്യങ്ങൾ തമ്പുരാൻ അനുഗ്രഹിച്ച് നൽകിയപ്പോൾ അല്പകാര്യങ്ങൾ എൻ്റെ കഴിവിൽ തന്നെ ഒന്ന് പരിശ്രമിക്കാമെന്ന് കരുതി ഞാനൊന്ന് എൻ്റെ കഴിവിലും എൻ്റെ ബുദ്ധിയിലും ജീവിതത്തെ കൊടുത്ത് ഈശോയെയും അമ്മയെയും തള്ളിപ്പറഞ്ഞുകൊണ്ട് ആ സ്നേഹബന്ധം പൂർണ്ണമായി വിട്ടുകൊണ്ട് ഒന്ന് ഓടിയപ്പോൾ വന്ന വിഷയത്തെയാണ് മകൾ ഈ എൽത്താരയിൽ സൂചിപ്പിക്കുന്നത്. 1 വർഷത്തെ സമയനഷ്ടം അതിലുണ്ട്, ഏറെ അലച്ചിലുകൾ ഇതിനകത്തുണ്ട്, സാമ്പത്തികമായ നഷ്ടങ്ങൾ ഒത്തിരിയുണ്ട്. ഒരുപക്ഷെ പോയിരുന്നെങ്കിൽ പഠനം 1 വർഷം തീരാനുള്ള സാധ്യതയുണ്ടായിരുന്നു. നോക്കുക, ഉടമ്പടി നമ്മൾ വിശ്വസ്തതയുള്ള ആത്മീയ ബന്ധത്തിൻ്റെ ജീവിതമാണ്. അത് ഈശോയോടും അമ്മ മാതാവിനോടും സന്മനസ്സുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഉടമ്പടി എടുത്താൽ മതി. ഉടമ്പടി എടുത്താൽ അത് ജീവിക്കുവാൻ നമുക്ക് തീരുമാനമുണ്ടാവണം. ഇടയ്ക്ക് വെച്ച് ദൈവത്തെ ഉപേക്ഷിച്ച് നമ്മളിൽ തന്നെ ആശ്രയിക്കുന്ന രീതിയിൽ നമ്മൾ ജീവിച്ചു തുടങ്ങിയാൽ ദൈവം തുടങ്ങി വെച്ചതുപോലും നമുക്ക് നഷ്ടപ്പെടുന്ന വിധത്തിലോ താമസിക്കുന്ന വിധത്തിലോ ആ ഉടമ്പടിയുടെ അനുഗ്രഹങ്ങൾക്ക് ക്ലേശങ്ങൾ വരുവാൻ സാധ്യതയുണ്ട്. അതിൻ്റെ ഒരു സൂചന മകളുടെ സാക്ഷ്യത്തിലൂടെ അവൾ പങ്കുവെക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഉടമ്പടി ഗൗരവമുള്ളതാണ്, ദൈവം ഔദാര്യത്തോടെ അനുഗ്രഹിക്കുന്നതാണ്. അമ്മ മാതാവ് നമ്മൾ വളഞ്ഞും പുളഞ്ഞുമൊക്കെ ജീവിക്കുമ്പോഴും നമ്മളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈശോയുടെ മുമ്പിൽ കൊടുത്തിട്ട് അമ്മ നമുക്ക് വേണ്ടി ഗ്യാരണ്ടി നിൽക്കുകയാണ്. അവിടെയാണ് പ്രശ്നം. മാതാവ് നമുക്ക് വേണ്ടി ഗ്യാരണ്ടി നിൽക്കുകയാണ്. ഇവൾ എൻ്റെ മകളാണ്, എൻ്റെ മകനാണ്, ഞാനിവളെ നോക്കിക്കൊള്ളാം, നീ ഇപ്പോൾ ഇതൊന്ന് ചെയ്തു കൊടുക്കുമെന്ന് പറഞ്ഞാണ് ഏതൊരു അനുഗ്രഹവും ഉടമ്പടിയിൽ നേടിത്തരുന്നത്. അതുകൊണ്ട് ഈ ഗ്യാരണ്ടി നഷ്ടപ്പെട്ടാൽ പിന്നെ നമ്മൾ സീറോയാണ്. പിന്നെ നമുക്ക് മുന്നോട്ടുള്ള ആ ഗതിയും നടപ്പും അധികം പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇടയ്ക്ക് വെച്ച് കിട്ടിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ തന്നെ പിന്നോട്ടടിച്ച് പോകുന്നതായൊക്കെ തോന്നുക. അതുകൊണ്ട് ദൈവം നമ്മളോട് വിശ്വസ്തനായിരിക്കുന്നത് പോലെ, അവിടുന്ന് അനുഗ്രഹിക്കുവാൻ ഔദാര്യവാനായിരിക്കുന്നത് പോലെ, നമ്മൾ ആഗ്രഹിക്കുന്നതും നമ്മുടെ കഴിവിനപ്പുറമുള്ളതും നിസ്സാരമായി അവിടുന്ന് അനുവദിച്ച് തരുന്നത് പോലെ നമുക്ക് അവിടുത്തോട് ഹൃദയസ്നേഹം കൊണ്ട് വിശ്വസ്തതയിൽ ജീവിക്കുവാൻ തീരുമാനമുണ്ടാകണം. അതുമാത്രമേ അവിടുന്ന് ആഗ്രഹിക്കുന്നുള്ളൂ. വലിയ കാര്യങ്ങളൊന്നും ചെയ്യുവാൻ ഈശോ പറയുന്നില്ല. എന്നോടുള്ള ബന്ധം അത് സ്നേഹത്തിൽ, വിശുദ്ധിയിൽ, വിശ്വസ്തതയിൽ നിലനിർത്തുമ്പോൾ നിങ്ങൾ എല്ലാ കാലത്തും പ്രശോഭിക്കുന്നവരായി ഈ ലോകത്തിൽ ഉയരുക തന്നെ ചെയ്യും. അതിനുവേണ്ടി നമ്മുടെ ജീവിതങ്ങളെ ഒന്ന് പരിശോധിക്കാം. ഉടമ്പടിയിലെ വീഴ്ചകളെ നമുക്കൊന്ന് തിരുത്താം. അമ്മ മാതാവിൻ്റെ കരങ്ങളിൽ ഈ മകൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ പോലെ നമ്മുടെ ജീവിതത്തെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സാക്ഷ്യം കരങ്ങളടിച്ച്. ജോജി, ഞാൻ എറണാകുളത്തു നിന്ന് വരുന്നു. ഇത് എൻ്റെ സഹോദരൻ, അടുത്തത് എൻ്റെ മകനാണ് നിരഞ്ജൻ, സഹോദരൻ്റെ പേര് ഷാജി. അപ്പം ഞാൻ ഈ കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞത് 2017 അപ്പോൾ തൊട്ട് ഞാനിവിടെ വരാറുണ്ട്, ഉടമ്പടി എടുക്കാറുണ്ട്. എന്നാൽ കൊറോണ സമയത്ത് ഞങ്ങളുടെ ഉടമ്പടി ഇങ്ങോട്ട് വരാതാകുകയും ഉടമ്പടി എടുക്കാതെ ആകുകയും ചെയ്തു. ഞാൻ എറണാകുളത്തൊരു വനിതാ സ്ഥാപനം നടത്തുകയാണ്. അപ്പോൾ വലിയ പ്രതിസന്ധികളില്ലാതെ അത് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ കൊറോണ മൂലം ഞങ്ങളുടെ സ്ഥാപനങ്ങളെല്ലാം പൂട്ടിപ്പോവുകയും ഒരു സ്ഥാപനം മാത്രമായിട്ട് അവശേഷിക്കുകയും ചെയ്തു. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും
ഈ സ്ഥാപനത്തിൻ്റെ പേരിൽ കുറച്ച് ലോണൊക്കെ ഉള്ളതുകൊണ്ട് പുതിയ സ്ഥാപനം പണിതിൻ്റെ കുറച്ച് ബാധ്യതയൊക്കെ വന്നു. ആ സമയത്ത് എൻ്റെ ഹസ്ബൻഡ് ഒരു അറ്റാക്ക് വരികയൊക്കെ ചെയ്തു. അപ്പം ജീവിതം മൊത്തത്തിൽ വഴിമുട്ടി നിൽക്കുകയായിരുന്നു. അപ്പോൾ സ്ഥാപനം പൊട്ടിയപ്പോൾ കുറച്ചൊക്കെ സ്ഥാപനം പൊട്ടിയപ്പോൾ സ്റ്റാഫൊക്കെ ഇല്ലാതായി. ഞങ്ങളൊക്കെ തന്നെ ജോലി ചെയ്ത് സ്ഥാപനം മുന്നോട്ട് നോക്കുകയായിരുന്നു. അപ്പോൾ ഈ പ്രതിസന്ധി എന്ന് പറഞ്ഞത് സാമ്പത്തിക പ്രതിസന്ധി കഠിനമായിട്ട് കൊണ്ടിരുന്നു. അപ്പോൾ ഞാനിവിടെ വന്ന് 2018-2023 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അപ്പോൾ ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ വയ്യാത്തൊരവസ്ഥയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ആ ഉടമ്പടിയിൽ മേൽ ഞാൻ എൻ്റെ കടബാധ്യതയെക്കുറിച്ച് വെച്ചിരുന്നു. പക്ഷേ അത്ഭുതകരമായിട്ട് പല പല ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെയും ഓൺലൈൻ ഫുഡ് കാര്യങ്ങളിലൂടെയൊക്കെ തട്ടിമുട്ടി ഞാൻ പൊയ്ക്കൊണ്ടിരുന്നു. എന്നാൽ ഉടമ്പടിയുടെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിരുന്നു. പക്ഷേ അപ്പോൾ എനിക്ക് ഉണ്ടായിരുന്ന മാനസിക പ്രശ്നങ്ങളെല്ലാം തന്നെ കടുത്ത മാനസിക സമ്മർദ്ദമായിരുന്നു. അതെല്ലാം നീങ്ങുന്നു. ഞാൻ ഭൗതിക സാഹചര്യങ്ങളെ മാത്രം കരുതി വന്നതായിരുന്നു ആ സമയത്ത്. പക്ഷേ അതെല്ലാം എൻ്റെ മാറുകയും ഭൗതിക സാഹചര്യങ്ങൾ മാറ്റം വരുത്തേണ്ട ആത്മീയതയിലേക്ക് ഞാൻ കൂടുതൽ വളർച്ച നൽകി. എന്നിലുള്ള ചെറിയ ചെറിയ കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടാവുന്നു. അതെല്ലാം മാറുന്നതിന് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങി. അപ്പം ഞാനൊരു അക്രൈസ്തവയാണ്. അപ്പോൾ ഇതെൻ്റെ സഹോദരനാണ്. പിന്നെ ഞങ്ങൾ കഴിഞ്ഞ വർഷം 2024 അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് എൻ്റെ നാത്തൂന് ഒരു നട്ടൽ പൊടിഞ്ഞു പോകുന്നൊരു അസുഖം വന്നു. അപ്പോൾ ഇദ്ദേഹം ഇവിടെ വന്ന് ഞാൻ പറഞ്ഞതിന് ശേഷം ഉടമ്പടി എടുത്ത്, അതിന് മുമ്പ് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. പല ചെറിയതും വലുതുമായ അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങളൊക്കെ നടന്നു കിട്ടി. അപ്പോൾ ഇദ്ദേഹം കേരള സ്റ്റേറ്റിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വിരമിച്ച ആളാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് ചില കൃഷി സംബന്ധമായിട്ടുള്ള കുട്ടനാട്ടിലാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൃഷി സംബന്ധമായിട്ടൊക്കെ വന്ന കുറച്ച് കടങ്ങളൊക്കെ വന്നു. അപ്പോൾ ഈ ഭാര്യയുടെ ഇത് ചികിത്സിക്കാനായിട്ട് പണമില്ലാതെ വന്നു. അപ്പോൾ ഉടമ്പടിമേൽ പോയി വല്ലാത്ത സാമ്പത്തിക ബുദ്ധിമുട്ട് ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ദിവസം ആ ഓപ്പറേഷന് ഡേറ്റ് ഫിക്സ് ചെയ്തിരുന്നു. പക്ഷേ അത് മുന്നോട്ട് അതായത് ഓപ്പറേഷൻ ചെയ്യാനായിട്ട് പണമില്ല വരുന്നു. പെട്ടെന്ന് ഒരു ദിവസം എന്നെക്കൊണ്ട് അല്ലെങ്കിൽ ഞാൻ ഇദ്ദേഹത്തിനെ വിളിക്കുകയും പെട്ടെന്നൊരു എമൗണ്ട് ഞാൻ ഒരിക്കലും എനിക്കും കടം ബാധ്യത വന്നിരിക്കുക. അപ്പോൾ പെട്ടെന്നൊരു എമൗണ്ട് ഇദ്ദേഹത്തിനോട് ഞാൻ ഓഫർ ചെയ്യുകയും അതേ തുടർന്ന് എൻ്റെ സഹോദരരെല്ലാം ചേർന്നിട്ട് ഒരു വലിയ എമൗണ്ട് ഇദ്ദേഹത്തിന് നൽകുകയും ഭാര്യയുടെ ഓപ്പറേഷൻ ഇദ്ദേഹം വെച്ച ഉടമ്പടിയിലൂടെ ഞങ്ങൾ വെച്ച ഉടമ്പടിയിലെയും അതെല്ലാം പരിഹരിക്കപ്പെടുകയും ഇപ്പോൾ ചേച്ചി വിശ്രമ ജീവിതത്തിലാണ്. നടക്കാനൊക്കെ പറ്റും, കുഴപ്പമൊന്നുമില്ല. അടുത്ത എൻ്റെ സാക്ഷ്യം എൻ്റെ മകൻ നിരഞ്ജൻ. അപ്പോൾ ഞാൻ 2017 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടാണ് എൻ്റെ മകന് നവോദയയിൽ പ്രവേശനം കിട്ടിയത്. അപ്പോൾ തൊട്ട് തന്നെ ഞാൻ ഉടമ്പടിയിലായിരിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇവന് ഇവിടെ വന്ന് ഞാനൊരു ദിവസം ഇവൻ CA-ക്കാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച ശേഷമാണ് ഫൗണ്ടേഷൻ തന്നെ കിട്ടിയത്. അതിനുശേഷം CA-യുടെ കോഴ്സിനെ കുറിച്ച് അറിയാം ഇൻ്റർ പാസ്സാകാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാനിവിടെ വന്ന് സാക്ഷ്യം കേൾക്കുമ്പോൾ മോൻ്റെ 1-2 ഫൈനലിസ്റ്റുകൾ ഇവിടെ വന്ന് CA-ക്കാർ സാക്ഷ്യം പറഞ്ഞു. അപ്പോൾ ഞാനിവിടെ ഇരിപ്പുണ്ട്, ഇയാളുടെ മുന്നിൽ ഇരിപ്പുണ്ട്. അപ്പോൾ എനിക്ക് ആഗ്രഹമുണ്ട് എൻ്റെ മകനെ പറ്റിയും ഇതുപോലെ ഒരു സാക്ഷ്യം പറയണമെന്ന്. പക്ഷേ ഫൈനൽ ആയില്ലെങ്കിലും പോലും 20 വയസ്സിൽ തന്നെ ഞാനിവിടെ നിന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇവനെ ഇവിടെ കൊണ്ടുവന്ന് പ്രാർത്ഥിപ്പിച്ചു. ഇവൻ പഠിക്കുന്ന സ്ഥലത്തു നിന്ന് ഇവിടെ വന്ന് പരീക്ഷയ്ക്ക് മുമ്പായിട്ട് പ്രാർത്ഥിക്കുകയും കാശുരൂപം കൊടുക്കുകയൊക്കെ ചെയ്തു. എന്തായാലും ഒരുപാട് പേര് ഇവനെ പഠിപ്പിച്ച കുട്ടികൾ തന്നെ ഇവനേക്കാളും മുതിർന്നവരൊക്കെ നിൽക്കും തന്നെ 20 വയസ്സിൽ അവൻ ഇൻ്റർ കിട്ടി. ഇപ്പോൾ അവനൊരു എറണാകുളത്തൊരു ഫേമിൽ 1 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നു. അത് 2ാമത്തെ സാക്ഷ്യം. 3ാമത് എനിക്ക് കടബാധ്യത മൂലം ഞാൻ ബുദ്ധിമുട്ടിരുന്ന ഈ നവംബറിൽ വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കുറച്ചൊക്കെ ബുദ്ധിമുട്ട് മാറിയെങ്കിലും നന്നായി കടം എനിക്ക് വീടണമല്ലോ, ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു ബന്ധു ആ കുട്ടിയെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഞാൻ പള്ളിയിൽ നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അവളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ 2 വർഷമായിട്ട് അതിനുള്ള പരിഹാരമൊന്നും കണ്ടിട്ടില്ല. പക്ഷേ അവൾ അതായത് എൻ്റെ ഹോസ്റ്റലിൻ്റെ ഉള്ളിൽ ഒരു മാതാവിൻ്റെ രൂപമുണ്ട്, അതിൻ്റെ മുമ്പിൽ ഒരു കത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ആ കത്ത് ഞാൻ ഒരിക്കലും തുറന്ന് നോക്കിയിട്ടില്ല. അപ്പോൾ എപ്പോഴും പൊടി തട്ടി അവിടെ തൂത്ത് വരുമ്പോൾ ഞാൻ 2 വർഷം കഴിയുമ്പോൾ ഞാൻ ഓർക്കും ഇതൊന്നും പരിഹരിക്കപ്പെട്ടിട്ടില്ലല്ലോ, ഞാനാണ് ഉടമ്പടി എടുത്തത്. പക്ഷേ ആ ഉടമ്പടിയിൽ ശക്തമായിട്ട് അവളുടെ പ്രാർത്ഥനയൊന്നും വെക്കാൻ പറ്റിയില്ലോ എന്ന് പറയും. പക്ഷേ എന്നാൽ ഈ 2025 നവംബർ മാസം ആദ്യം തന്നെ ഈ കുട്ടി എന്നെ വിളിക്കുകയും ഒരു ദിവസം എന്നോട് സംസാരിക്കണമെന്ന് പറയുകയും ചെയ്തു. അപ്പോൾ ഞാൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ വളരെ അത്ഭുതകരമായിട്ട് ഈ പെൺകുട്ടിയെ എല്ലാവരും തന്നെ അവഹേളിച്ചിട്ടിരുന്നൊരു കുട്ടിയായിരുന്നു. ഞാൻ മാത്രമായിരുന്നു. എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് അവളെ കേൾക്കാനുള്ള ഒരാൾ ഞാൻ മാത്രമായിരുന്നു. അപ്പോൾ അവളെന്നെ വിളിച്ചിട്ട് പറഞ്ഞു അത്ഭുതകരമായിട്ട് ഇവൾക്ക് കുറച്ചധികം പണം ഈ പെൺകുട്ടിയുടെ ഒരു ജോലിയിൽ നിന്ന് ഇവൾക്ക് വലിയൊരു എമൗണ്ട് തന്നെ കിട്ടി. നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്തൊരു എമൗണ്ട് ഈ കുട്ടിക്ക് കിട്ടി. എന്നോട് പറഞ്ഞ് ആൻറ്റി മാത്രമാണ് എന്നെ സഹായിച്ചത്, എൻ്റെ ഇല്ലായ്മയിൽ എന്നെ കേട്ടതും എൻ്റെ കുറ്റങ്ങളെ പൊറുത്തതും. അതുകൊണ്ട്
ആൻറ്റിയുടെ കടബാധ്യത 16 ലക്ഷത്തോളം വരുന്ന കടബാധ്യത ഞാൻ വീട്ടിൽ തരാമെന്ന് പറയുകയും ഈ കഴിഞ്ഞ മാസം അതിൻ്റെ 8 ലക്ഷത്തോളം രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് യാതൊരു ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു. ഒരു ഒറ്റ പൈസ ഇൻട്രസ്റ്റ് ഇല്ലാതെ കുട്ടി എനിക്ക് എൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റി തരികയും എൻ്റെ ഒരു ലോൺ ക്ലോസ് ചെയ്യുകയും ചെയ്ത് അടുത്ത ലോൺ അപ്പോൾ ബാങ്കിൽ നിന്ന് പറഞ്ഞനുസരിച്ചിട്ട് 1.5 മാസത്തെ ഗ്യാപ്പ് ഇട്ടിട്ട് അടുത്ത ലോണ് ഇടാൻ പറ്റുള്ളൂ. ഇത് അമ്മ മാതാവ്, ഞാൻ എൻ്റെ ഉടമ്പടി വെച്ചിരുന്നായിരുന്നു എങ്കിലും ഇത് അമ്മ മാതാവ് തിരുക്കുമാരൻ വഴി തന്ന വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. അപ്പോൾ എനിക്ക് അതിന് ഞാൻ വളരെയധികം വിഷമിച്ചിരുന്നു. അപ്പോൾ എൻ്റെ ചെറിയ മകൻ വന്നിട്ട് വേണം, ഈ കടം കൂടാതെ വേറെയും സ്ഥാപനത്തിൻ്റെ നടത്തിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കടങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഈ ചെറിയ കുട്ടി പഠിച്ച് വന്നിട്ട് വേണമല്ലോ അവൻ്റെ തലയിൽ ഇത്രയും ബാധ്യത വെക്കാനെന്ന് പറഞ്ഞു. അപ്പോൾ അതിനുശേഷം എൻ്റെ ഈ സഹോദരങ്ങളാണ്. ഞങ്ങൾക്ക് കുഞ്ഞിലേ തന്നെ എൻ്റെ അമ്മ മരിച്ചു പോയതാണ് 2 വയസ്സൊക്കെ ആയപ്പോൾ. എൻ്റെ 6 സഹോദരന്മാർ ചേട്ടന്മാരാണ്, 2 ചേച്ചിമാരും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ആ വളരെ അടുത്ത ഒരു ബന്ധമാണ് ഞങ്ങൾ സഹോദരങ്ങൾ തമ്മിലുള്ളത്. അപ്പം ഇവർക്കാർക്കും എന്നെ സഹായിക്കാൻ പറ്റുന്നൊരു സാധ്യതയല്ല, ഒരു ഇതിലല്ല. എല്ലാവരും റിട്ടയർഡായി ഓരോരോ കാര്യങ്ങളിലൂടെ ഇതാക്കി നടക്കുകയായിരുന്നു. അപ്പോൾ ഇത് എൻ്റെ കുടുംബത്തിന് ഈ കടബാധ്യമൊന്നും എൻ്റെ മേലെ വീടാൻ പറ്റത്തില്ലാത്തതുകൊണ്ടും എനിക്ക് ഇളയതായതുകൊണ്ടും മറ്റ് ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളുടെ ഇതിനെ ഒക്കെ ബാധിച്ചിരുന്നു. അപ്പോഴേക്കും ഇവർക്ക് എനിക്ക് ചെറിയ സഹായം ചെയ്യാനായിട്ടുള്ള വഴിയും അടച്ചു കളഞ്ഞു. എൻ്റെ സഹോദരങ്ങളെ ഏതെങ്കിലും രീതിയിൽ സഹായിക്കാൻ പറ്റില്ല. പക്ഷേ മാതാവ് ഈ കഴിഞ്ഞ വർഷം എൻ്റെ സ്ഥാപനത്തിൻ്റെ മുകളിലേക്ക്, മറ്റ് സ്ഥാപനങ്ങളെല്ലാം പൂട്ടിപ്പോയിട്ട് എൻ്റെ സ്ഥാപനത്തിൻ്റെ മുകളിലേക്ക് ഒരു നിലയും കൂടെ പണിത് എനിക്ക് സർപ്ലസ് എമൗണ്ട് എൻ്റെ കയ്യിലേക്ക് വന്നിട്ട് എനിക്ക് കുറച്ച് ആൾക്കാരെ, എൻ്റെ സുഹൃത്തുക്കളെയും എന്നെ തേടി വരുന്ന ആൾക്കാരെയും എനിക്ക് സഹായിക്കാൻ പറ്റുന്ന രീതിയിൽ ദൈവം എന്നെ ഉയർത്തി തന്നു. അത് മുഖേന ഓരോരുത്തർക്ക് എനിക്ക് സഹായം ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ അതുകൂടാതെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുമ്പം ഇവിടുന്ന് ഇത് നേർച്ച വസ്തുക്കൾ വാങ്ങി എനിക്കറിയാവുന്ന സുഹൃത്തുക്കളുടെ ഇടയിലെല്ലാം വിതരണം ചെയ്യും. അതുകൂടാതെ വനിതാ സ്ഥാപനം ആയതുകൊണ്ട് കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള ജില്ലകളിലുള്ള എല്ലാ ജാതി മതസ്ഥരെക്കുറിച്ചോടും അവരുടെ വിഷമിക്കുമ്പോൾ അവരുടെ പ്രശ്നങ്ങൾ കേട്ടിട്ട് അത് ഇങ്ങനൊരു പള്ളിയെക്കുറിച്ച് പറയാനും അനേകം പേരെ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനും കണ്ണൂർ കാസർഗോഡ് തൊട്ടുള്ള ആൾക്കാർ തൊട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനും അവർക്ക് പലരും ഇവിടെ വന്ന് സാക്ഷ്യം പറയാനും ഇടവരുത്തിയിട്ടുണ്ട്. ആത്മീയ ജീവിതത്തിൽ എനിക്ക് കുറച്ച് അതുപോലെ തന്നെ പണ്ട് ഇസബല്ല ഒരു തെങ്ങിനടിയിൽപ്പെട്ട് ഒരു കുട്ടി അപകടത്തിൽപ്പെട്ടപ്പോൾ അച്ഛൻ ഇവിടെ നിന്ന്, ഞാൻ അപ്പോഴും സാക്ഷ്യം പറയുമ്പോൾ ഉണ്ട്, അച്ഛൻ അത് എടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ ക്രൈസ്തവ എനിക്ക് ഈ കൊന്തയെക്കുറിച്ചൊന്നും അറിയില്ല. പക്ഷെ അച്ഛൻ പറഞ്ഞ് ഈ ക്രൈസ്തവരായവർക്ക് ബുക്ക് നോക്കാതെ കൊന്ത് ചെല്ലാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ ഒരു അപകടഘട്ടം വരുമ്പോൾ നിങ്ങൾക്കത് ചൊല്ലാമല്ലോ എന്ന് പറഞ്ഞു. ഞാനങ്ങനെ ഈ 5 ദിവ്യരഹസ്യങ്ങളും കാണാതെ പഠിക്കുകയും പിന്നെ അത് ചൊല്ലുകയും ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ മകൻ്റെ ലുത്തീനിയ പ്രാർത്ഥനയുടെ ഇവന് അവിടെ ഹോസ്റ്റലായിരിക്കുമ്പം അത് അത്രയും വരിയും ഞാൻ കാണാതെ 2-4 വരി വീതം പഠിച്ച് കാണാതെ അത്രയും വരികളും അമ്മയുടെ മുമ്പിൽ നിന്ന് എഴുതി വെളുപ്പിന് തന്നെ ഇരുന്ന് എഴുതി പഠിക്കുമ്പോൾ ഞാൻ പറയും, ഈ പ്രായത്തിൽ എനിക്കിത് എഴുതി ഞാൻ കാണാതെ പഠിച്ചത് അമ്മയുടെ മുമ്പിൽ സമർപ്പിച്ചു. അതേപോലെ തന്നെ എൻ്റെ മകൻ്റെ ബുദ്ധിയിൽ അവിടുന്ന് കനിയണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവൻ്റെ വിജയം എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. ക്രൈസ്തവയാണെങ്കിലും എല്ലാ ദിവസവും ഞാനും എൻ്റെ സഹോദരനും തന്നെ ബൈബിൾ വായിക്കുകയും അതുപോലെ തന്നെ അതിൻ്റെ വചനങ്ങൾ എഴുതി തന്നെ ഞങ്ങൾ പഠിക്കുകയും ചെയ്യും. അതേപോലെ തന്നെ ആൾക്കാരോട് ഞാൻ ഇതിൻ്റെ വചനങ്ങളെക്കുറിച്ച് പറയുകയും ചെയ്യും. ഓരോ ഭവനത്തിലും ചെന്ന് ഈ പേപ്പറൊക്കെ കൊടുക്കുന്നത് ഓരോ വീട്ടിൽ നിന്ന് എൻ്റെ ഈ അനുഭവങ്ങളെ അനേക അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. ഈ 2017 തൊട്ട് ഇങ്ങോട്ട് എല്ലാവർക്കും എന്നെ അറിയാം, എൻ്റെ ചുറ്റുവട്ടത്തുള്ള എല്ലാവരോടും ഇത് പറഞ്ഞ് അവർക്ക് ബലം കൊടുത്തിട്ടാണ്. പിന്നെ ഒരുപാട് പേരെ തൊഴിലിൽ എനിക്ക് സഹായിക്കാൻ പറ്റുന്നുണ്ട്. തൊഴിൽ കൊടുക്കുന്നതിനോടൊപ്പം തന്നെ അവരെ ഏതെങ്കിലും തൊഴിലോട്ടൊക്കെ ആക്കി കൊടുക്കാൻ, ഇതെൻ്റെ ജോലിയല്ല എന്ന് പറഞ്ഞ് എനിക്ക് ഒഴിയാം. പക്ഷേ ബാക്കിയുള്ള സമയം ഞാൻ അവർക്ക് വേണ്ടിയിട്ട് തൊഴിൽ നഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഏതെങ്കിലുമൊക്കെ തൊഴിൽ കൊടുത്ത് എന്നെക്കൊണ്ട് എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ അങ്ങനെ കൊടുക്കാനും പറ്റുന്നുണ്ട്. അപ്പം ഇതെല്ലാം എനിക്ക് നേടിത്തന്നത് എൻ്റെ മാതാവ് വഴി, ഈശോ വഴിയാണ് എനിക്ക് മാതാവ് നേടിത്തന്നാണ്. അതിന് 1000 നന്ദി, നമസ്കാരം. പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. സങ്കീർത്തനം 121 1-2 വചനമാണ്. പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു എന്ന് പറയുമ്പോൾ മലകളിലേക്കാണ്, ഒരു ശക്തിയുടെയും ഒരു ഉറപ്പിൻ്റെയും ചിന്തയിലേക്കാണ്. ഒരു ചിഹ്നമാണ് മല എന്ന് പറയുന്നത്. നമ്മൾ സഹായം തേടി പലപ്പോഴും കൂടുതൽ ശക്തിയുള്ള സ്ഥലങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. ചിലപ്പോൾ ചില മനുഷ്യരിലോ പല വ്യക്തികളിലോ സാഹചര്യങ്ങളിലോ നമ്മളുടെ സഹായം തേടി നമ്മൾ പോകും. പക്ഷെങ്കിൽ
വിശ്വാസമുള്ളവർ വിശ്വാസത്തോടെ ദൈവത്തെ തേടി സൃഷ്ടാവിൻ്റെ അടുക്കിലേക്ക് വരുമ്പോഴാണ് ആ സൃഷ്ടാവിൻ്റെ സ്നേഹവും കരുണയും ജീവിതത്തിൽ കൂടുതൽ അനുഭവിക്കാൻ സാധിക്കുന്നത്. മനുഷ്യരിലോ സാഹചര്യങ്ങളിലോ മാത്രം ആശ്രയിക്കുന്നതല്ല, സകലത്തിൻ്റെ സൃഷ്ടാവായ ദൈവത്തിൽ ആശ്രയിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ പുത്തൻ വഴികൾ തെളിഞ്ഞു വരുന്നത്. ഷീബ ജോജി എന്ന സഹോദരി നമ്മളോട് ഷെയർ ചെയ്തത്, സാക്ഷ്യപ്പെടുത്തിയതും അതുതന്നെയാണ്. ലക്ഷ്യമില്ലാതെ അലയുന്ന സമയങ്ങളിൽ പരിശുദ്ധമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ, ഈ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവേ, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? ആകാശവും ഭൂമിയെ സൃഷ്ടിച്ച കർത്താവ് ഇവിടെയുണ്ട്. ഈ ആലയത്തിൽ പരിശുദ്ധ അമ്മയാണ് ഞങ്ങളെ സംരക്ഷിക്കുന്നതെന്ന വിശ്വാസത്തോടെ ഇവിടെ വന്ന് പ്രാർത്ഥനയോടെ ഉടമ്പടി എടുക്കുമ്പോൾ, ഉടമ്പടി ജീവിതത്തിൽ ആ മക്കളുടെ കൂടെയാണ് ഈശോയും അമ്മയും ചേർന്ന് നിൽക്കുന്നത്. ഈ സഹോദരി പറഞ്ഞതുപോലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളുടെ ഞെരുക്കങ്ങളുടെ സമയത്തിലാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. പിന്നെയാണ് ഉടമ്പടി ജീവിതത്തിൽ ഓരോ അനുഗ്രഹങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നുകൂടുന്നത്. 16 ലക്ഷത്തിൻ്റെ ഒരു കടമുണ്ടായിരുന്നു. ആ കടം തീർക്കാനായിട്ട് ഈ മകൾ വളരെ വിഷമിച്ചു. പിന്നീടാണ് പണ്ടെങ്ങോ സഹായിച്ച ഒരു വ്യക്തി ഒരു സഹായം നീട്ടി ഈ മകളുടെ അടുത്ത് വരികയും ആ കടം പൂർണ്ണമായിട്ട് വീട്ടുവാനുള്ള സഹായം ചെയ്യുകയും ചെയ്തത്. പിന്നീടുണ്ടായിരുന്ന സഹോദരൻ്റെ ഭാര്യയുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഓപ്പറേഷന് വേണ്ടിയിട്ട്. അതും എവിടെ നിന്നോ എങ്ങനെയോ ഈ സഹോദരിയുടെ അക്കൗണ്ടിലേക്ക് കാശ് വരികയും സഹോദരൻ്റെ വൈഫിനെ സഹായിക്കുകയും അവരും ഓഫ് കോഴ്സ് ഉടമ്പടിയിലായിരുന്നു. അവിടെ എല്ലാം പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ആ സഹായം വരികയും എല്ലാം സക്സസ്ഫുള്ളായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുവാൻ സാധിച്ചത്. പിന്നെ ഉണ്ടായിരുന്നത് മകൻ്റെ CA എക്സാമാണ്. പരീക്ഷയുടെ കാര്യം ഈ മകന് ഉടമ്പടിയിൽ വെച്ചിരുന്നു. പ്രാർത്ഥിച്ച് വിശ്വസിച്ച് ഇവർ പരീക്ഷയ്ക്ക് പോയപ്പോഴേ അമ്മാവൻ പറഞ്ഞു, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ആണ്. ദൈവത്തിൻ്റെ ഒരു കൃപ കാരണമാണ് ആ മകന് പരീക്ഷ എഴുതാനും നല്ലൊരു ജോലി ലഭിക്കാനും സാധിച്ചത്. ഈ മകളുടെ ഓരോ കടങ്ങളും ഇൻട്രസ്റ്റ് ഇല്ലാതെ എല്ലാം ദൈവം നോക്കിയും കണ്ടും ചെയ്യുന്ന ഒരു ജീവിതത്തിലെ ഒരു അനുഭവ സാക്ഷ്യമാണ് ഈ മകൾ പറഞ്ഞത്. മക്കൾ ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ നമുക്ക് ഭയമില്ല, ഒന്നുകൊണ്ടും ഉത്കണ്ഠപ്പെടേണ്ട ആവശ്യമില്ല. ഈശോയും അമ്മയും അങ്ങേറ്റെടുത്ത് ചെയ്യുകയാണ്. ഓരോ വഴികളും തുറന്നു കൊടുക്കുകയാണ് ഇവർക്ക്. എവിടെ നിന്ന് വരുമെന്ന് മലകളിലേക്ക് പർവ്വതങ്ങളിലേക്ക് കണ്ണുകൾ ഉയർത്തി ചോദിക്കുമ്പോൾ ഇവരുടെ ഉത്തരം തന്നെ ഇവർക്ക് തന്നെ ലഭിക്കുകയാണ്. ഇതാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ കാണുന്നത്. ഈശോയും അമ്മയും സൃഷ്ടികർത്താവായ ദൈവവും കൂടെ നിന്നുകൊണ്ടാണ് ഇവിടെ കരങ്ങൾ പിടിച്ചുകൊണ്ട് ഇവരെ മുന്നോട്ട് നയിക്കുന്നത്. നമ്മളുടെ ജീവിതത്തിലും സൃഷ്ടികർത്താവായ ദൈവത്തിൽ നമുക്കും അഭയം തേടാം. നമ്മൾ വിശ്വാസമർപ്പിച്ച് സത്യസന്ധതയോടെ നമ്മുടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം. ഓരോ പ്രാവശ്യവും നമ്മൾ കണ്ണുകൾ ഉയർത്തി നമ്മൾ ചോദിക്കുമ്പോൾ, നമ്മുടെ സഹായം എവിടെ നിന്ന് വരുമെന്ന് ചോദിക്കുമ്പോൾ നമുക്കും ഒരു ഉത്തരം ലഭിക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം.